മുന്നണി പോരാളിയായ കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളാണ് ഇന്നത്തെ ഈ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ. ശ്രീ വി ഡി സതീശൻ അവർകളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെമിനാറിൻ്റെ വിഷയ അവതാരകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷനും കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളാണ്. ആഴത്തിലുള്ള വായനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഗാന്ധിയൻ ദർശനങ്ങളെയും ശ്രീനാരായണ ധർമ്മത്തെയും പ്രായോഗിക തലത്തിൽ ആവിഷ്കരിക്കുന്ന കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുൻ പ്രതിപക്ഷ നേതാവ് മുൻ KPCC അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ വിഷയാവതരണത്തിനായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സെമിനാറിൽ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ലോകത്ത് ഒരു പ്രകാശഗോപുരമായി നിറഞ്ഞു നിൽക്കുന്ന, ആഴത്തിലുള്ള വായന കൊണ്ടും ചിന്ത കൊണ്ടും തനതായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടും കാര്യശേഷി കൊണ്ട് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും ആദരണീയനായ കേരളത്തിൻ്റെ ബഹുമാനീയനായ മുൻ മന്ത്രി ശ്രീ G. സുധാകരൻ അവർകളാണ്. എഴുത്തിൻ്റെയും വായനയുടെയും കർമ്മശേഷിയുടെയും സംസ്കാരം കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ച ഏറ്റവും ആദരണീയനായ നേതാവ് ശ്രീ G. സുധാകരൻ അവർകളെ ഈ യോഗത്തെ സംസാരിക്കുവാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ദർശനങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യം കൊണ്ടും മാനവികത ഉയർത്തിപ്പിടിച്ചുള്ള പ്രവർത്തന ശൈലി കൊണ്ടും സംഭാഷണം കൊണ്ടും കേരളീയർക്ക് പ്രിയങ്കരനായ മുൻ മന്ത്രി CPIയുടെ ദേശീയ നേതാവ് ശ്രീ C. ദിവാകരൻ അവർകൾ ഇന്നത്തെ ഈ സെമിനാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദരണീയനായ പ്രിയങ്കരനായ ശ്രീ C. ദിവാകരൻ അവർകളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രഗത്ഭനായ എഴുത്തുകാരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിലെ തിളങ്ങുന്ന നക്ഷത്രവുമായ ആദരണീയനായ കോൺഗ്രസ് നേതാവ്, പ്രഗത്ഭനായ പ്രാസംഗികൻ, പ്രഭാഷകൻ പ്രൊഫസർ G. ബാലചന്ദ്രൻ അവർകളെ ഈ സെമിനാറിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ, സുഹൃത്തുക്കൾ, മാധ്യമപ്രവർത്തകർ ഏവരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ബഹുമാനീയനായ ഔപചാരിക ഗണിതത്തിൻ്റെ മുഖ്യ സംഘാടകൻ കൂടിയായ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, KPCC സംസ്കാര സാഹിതിയുടെ സ്ഥാപക ചെയർമാൻ കൂടിയായിരുന്ന പ്രഗത്ഭനായ പ്രഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പാലോട് രവി അവർകളെ ഈ യോഗത്തിലേക്ക്, സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനീയരായ നേതാക്കന്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, KPCC ആദ്യമായി ബഹുമാനനായ VM അർത്ഥപൂർണവും സന്ദേശദായകവുമായ അതീവ ഹൃദ്യമായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ, ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മളെല്ലാവരും ആദരവോടുകൂടി നോക്കിക്കാണുന്ന പ്രിയങ്കരനായ ശ്രീ G. സുധാകരൻ, പ്രിയപ്പെട്ട ശ്രീ C. ദിവാകരൻ, പ്രൊഫസർ ബാലചന്ദ്രൻ, ശ്രീ ലിജു, ശ്രീ പാലോട് രവി, പ്രിയപ്പെട്ടവരെ, രണ്ട് യുഗപുരുഷന്മാരുടെ മഹാസംഗമം നടന്നിട്ട് 100 വർഷങ്ങൾ തികയുന്ന മനോഹരമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഒത്തുചേരുന്നത്. ഒരു ചരിത്ര മുഹൂർത്തമാണ് 100 വർഷങ്ങൾ തികയുന്നത്. ആ സംഗമം സത്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് എത്രമാത്രം ഉത്തേജനം പകർന്നിട്ടുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം.
ശരിക്കും ആ മഹാസംഗമത്തിന് ശിവഗിരി കുന്നുകളിലേക്കുള്ള വഴികളിലെ മണൽത്തരികൾ പോലും കോരിത്തിരിച്ച് കാണും. ഇലകൾ പോലും അനങ്ങാതെ, ഒരു കാറ്റ് പോലും വീശാതെ, പ്രകൃതി പോലും നിശ്ചലമായി ഈ മഹാസംഗമം കണ്ട് സാക്ഷിയായി നിന്ന് കാണണം. ആരാണവർ രണ്ടുപേരും? ഹാഫ് നെയ്ക്കഡ് ഫക്കീർ എന്നാണ് അദ്ദേഹത്തെ പരിഹസിച്ച് വിളിച്ചത് മഹാത്മാഗാന്ധി. അർദ്ധനഗ്നനായിരുന്നു ലണ്ടനിൽ പോകുമ്പോൾ. മറ്റൊരാൾ ഒരു വെള്ളമുണ്ടെടുത്ത് കുളിക്കാനും തുടയ്ക്കാനുമുള്ള തോർത്ത് മാത്രം മീതയിട്ട് ഈ സംസ്ഥാനം മുഴുവൻ ചുറ്റി നടന്ന ഒരാൾ. അലസഗമനമെന്നോ ഊരു ചുറ്റിലെന്നോ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന രണ്ടാളുകൾ. ആരാണ് യഥാർത്ഥ സന്യാസിമാർ? മുണ്ടിത ശിരസും ബ്രഹ്മചര്യ വ്രതവും കാവി വസ്ത്രവും ധരിച്ചാൽ ഒരാൾ സന്യാസിയാകുമോ? ഇതൊന്നുമില്ലാതെ സഹജമായ സന്യാസഭാവവും സമർപ്പണവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതവും ആയിട്ടുള്ള രണ്ടുപേർ ഇതൊന്നുമില്ലാതെ തന്നെ സന്യാസി വര്യന്മാരായി ലോകം മുഴുവൻ അവരെ നോക്കിക്കണ്ടു. രണ്ടുപേരും സഞ്ചരിച്ചത് ഒരേ വഴികളിലൂടെയാണ്. മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നടത്തുന്ന പോരാട്ടം നടത്തിയ രണ്ടാളുകൾ. ആരോടും പിണങ്ങാതെ, ആരോടും കയർത്ത് സംസാരിക്കാതെ, പക്ഷേ സൗമ്യമായ വാക്കുകളിലൂടെ നാട്ടിൽ കൊടുങ്കാറ്റ് തീർത്ത, വിപ്ലവം തീർത്ത മഹാപുരുഷന്മാർ അവർ രണ്ടുപേരും. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി PK ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ നടന്ന് ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പോകും. ചിലപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ മുന്നിൽ ചെന്ന് എനിക്കൊന്ന് വിശ്രമിക്കണം എന്ന് പറയും. അവർ അപരിചിതരാണെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ വിശ്രമിച്ച് കാണും. അവിടെയുള്ള കുട്ടികൾ വന്ന് ചുറ്റും കൂടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് കാണും. നർമ്മോക്തി കലർന്ന ഭാഷയിലൂടെ ഗുരുദേവൻ എല്ലാത്തിനും മറുപടി പറഞ്ഞു കാണും. പിന്നെ എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചതിലേ വരുമ്പോൾ ഈ മഹാനായ മനുഷ്യനെ കാണാൻ ആളുകൾ വഴിയരികിൽ കാത്തുനിന്ന് കാണും. അങ്ങനെ സഞ്ചരിച്ച ഒരാൾ 1888 മുതൽ 1928 വരെയുള്ള 4 പതിറ്റാണ്ടുകളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയെ മുഴുവൻ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും അരുവിപ്പുറം പ്രതിഷ്ഠയോടുകൂടി കേരളത്തിൻ്റെ മണ്ഡലത്തിൽ അന്ന് നിലനിന്നിരുന്നൊരു സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്ന ശ്രീ TK മാധവൻ്റെയും ശ്രീ C കേശവൻ്റെയും എല്ലാം ആത്മകഥയിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ആശാൻ്റെ മുമ്പിൽ പഠിക്കാൻ, അക്ഷരം പഠിക്കാനിരുന്ന TK മാധവൻ ആശാൻ ദേഷ്യം വന്നപ്പോൾ അടിച്ചു, ചൂരൽ കൊണ്ട് അടിച്ചു. എങ്ങനെയാണ് അടിച്ചത്? എറിഞ്ഞാണ് അടിച്ചത്. കാരണം തൊട്ടടിക്കാൻ പാടില്ല. ആശാൻ അടിച്ചത് എറിഞ്ഞാണ് അടിച്ചത്. കൂടെയുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നേരെ അടിക്കുമ്പോൾ തന്നെ എറിഞ്ഞാണ് അടിച്ചതെന്നാണ് TK മാധവൻ എഴുതിയിട്ടുള്ളത്. C കേശവൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മാറിപ്പോടാ എന്നുറക്കെ അലറിയ ബ്രാഹ്മണ്യത്തെക്കുറിച്ച് TK മാധവൻ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പിന്നോക്കാവസ്ഥ ഇനിയും തുടർന്നാൽ ഞങ്ങൾ മതപരിവർത്തനം ചെയ്യേണ്ടി വരും എന്നുള്ള ഭീഷണിയിൽ കലർന്ന വാക്കുകളിലൂടെ സംസാരിക്കേണ്ടി വന്ന CV കുഞ്ഞിരാമൻ്റെ സങ്കടങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ആ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ഈ സാമൂഹ്യ മാറ്റത്തിനുള്ള തിരികൊളുത്തി കൊടുത്തത്. അപ്പോഴാണ് ഒരാൾ ഈ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച്, അദ്ദേഹം എന്തൊരു പ്രത്യേകതയാർന്ന ആളായിരുന്നു. ഈ കേരളം പോലുള്ള വിമാനങ്ങളില്ലാത്ത കാലത്ത്, ഈ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് 33 സ്ഥലങ്ങളിലാണ് ഗാന്ധി പ്രസംഗിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലുവയിലും തൃപ്പൂണിത്തുറയിലും കൽപ്പറ്റയിൽ വരെ ഗാന്ധി പോയിട്ടുണ്ട്. പല സ്ഥലത്തും നടന്നാണ് പോയിട്ടുള്ളത്. ഈ ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹം സന്ദർശിച്ചു. അയ്യങ്കാളിയെ വെങ്ങാനൂരിലുള്ള വസതിയിൽ പോയി കണ്ടു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകി. മധുര ക്ഷേത്രത്തിലേക്കുള്ള ദളിതരുടെ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തു. രാജ്യം മുഴുവൻ നടന്ന എല്ലാ മൂവ്മെൻറ്റുകളെയും, എല്ലാ പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം ഹൃദയത്തിലെത്തി.
തുർക്കിയിൽ ഗാലിഫേറ്റ് ഇല്ലാതാക്കിയ ബ്രിട്ടീഷുകാരുടെ പ്രവർത്തിക്കെതിരായിട്ട് ലോകം മുഴുവൻ ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നപ്പോൾ അതിന് ഈ ലോകത്താദ്യമായി പിന്തുണ കൊടുത്ത രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്തും ഒരുമിച്ച് പോയി. ഞാൻ പലപ്പോഴും പറയും, എല്ലാ അരുവികളും നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചേരുന്നത് പോലെ ഈ രാജ്യത്തുണ്ടായിരുന്ന വ്യത്യസ്തമായ ആശയങ്ങളെ, ചിന്തകളെ എല്ലാം ഒരുമിച്ച് നിർത്തി ഒഴുകി ദേശീയ പ്രസ്ഥാനം എന്നുള്ള മഹാസാഗരത്തിൽ കൊണ്ടുപോയി എത്തിച്ചത് ഗാന്ധിയാണ്. എല്ലാത്തിനെയും ചേർത്ത് നിർത്തുക, ഇൻക്ലൂസീവ് ആയിരുന്നു, എല്ലാത്തിനെയും ചേർത്ത് നിർത്തുക. മതേതരത്വത്തിന് പുതിയ ഭാഷ്യം ചമച്ചു അദ്ദേഹം. റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല പാശ്ചാത്യ നാടുകളിലെ പോലെ മതേതരത്വം, എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ്. ഞാനൊരു മതത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, എൻ്റെ മതവിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ, എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും കൈവിരൽ ചൂണ്ടിയാൽ അവൻ്റെ മുന്നിൽ നിന്ന് ഞാൻ അവനെ സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാകുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാൾ. ശ്രീനാരായണ ഗുരുദേവനുമായും അയ്യങ്കാളിയുമായിട്ടുള്ള സന്ദർശനത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഗാന്ധി എഴുതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമരമായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. സാമൂഹ്യ നവോത്ഥാനത്തിൽ പങ്കാളികളായ വലിയ വലിയ നേതാക്കളുടെ, വലിയ വലിയ മനുഷ്യരുടെ മനസ്സറിഞ്ഞ്, അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി കൂടി നടത്തിയ സമരമായിരുന്നു. നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരെ ജീവിതത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചാനയിച്ച ഒരു സമരമായിരുന്നു. ആ യുഗപുരുഷന്മാരുടെ മഹാസംഗമം ഇവിടെ സൂചിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് ഐക്യത്തെക്കുറിച്ച്, ഹിന്ദു പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഐക്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടിയ തുടക്കം. അതില്ല എന്നുള്ള ഗുരുദേവന്റെ മറുപടി. വൈക്കം സത്യാഗ്രഹത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്നുള്ള സംശയപ്രകടനം. ഒരു മാറ്റവും വരുത്തേണ്ടതില്ല, അതിങ്ങനെ തന്നെ പോകട്ടെ എന്ന ഗുരുദേവന്റെ മറുപടി. മോക്ഷപ്രാപ്തി ഹിന്ദുമതത്തിൽ ലഭ്യമാകുമോ എന്ന ഗാന്ധിയുടെ സരസമാർന്ന ചോദ്യം. അതിന് ഹിന്ദുമതമല്ല, ഏതു മതമായാലും മോക്ഷപ്രാപ്തി കിട്ടും എന്ന ഗുരുദേവന്റെ മറുപടി. അതിനുള്ള മറുചോദ്യം, അതായത് ഈ മോക്ഷപ്രാപ്തി മതിയോ എന്നുള്ള ചോദ്യത്തിന് മോക്ഷപ്രാപ്തി പോരാ, ലൗകിക സുഖം കൂടി വേണം. ഐത്തം മാത്രം മാറ്റിയാൽ പോരാ, പിന്നോക്കക്കാരന് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം എന്ന ഗുരുദേവന്റെ മറുപടി. എത്ര രസകരമായ ചോദ്യങ്ങളും ഒരുപാട് അർത്ഥം നിറഞ്ഞ മറുപടിയും കൊണ്ട് നിറഞ്ഞു നിന്ന ആ സംഭാഷണം, കുറച്ചു വാക്കുകൾ മാത്രം, കുറച്ചു വാചകങ്ങൾ കൊണ്ട് മാത്രം ആ യുഗപുരുഷന്മാർ സമ്മതിച്ചപ്പോൾ അത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി നൽകിയ മഹാസന്ദേശമായി മാറി. നമ്മൾ അഭിമാനിക്കുന്നു, ഈ കേരളത്തിലെ ഈ ശിവഗിരിയിൽ വന്ന് മഹാത്മാഗാന്ധി കേരളത്തിൻ്റെ എക്കാലത്തെയും വലിയ ഈ യുഗപുരുഷനെ സന്ദർശിച്ച ആ മനോഹരമായ മുഹൂർത്തം, അതിൻ്റെ സന്ദേശം, അവർ രണ്ടുപേരും ഈ ലോകത്തോട് പറഞ്ഞത്, അവരെന്തിനു വേണ്ടിയാണ് യാത്ര ചെയ്തത്, അവരെന്തന്വേഷിച്ചുള്ള യാത്രയായിരുന്നു അവരുടേത്. മനുഷ്യൻ്റെ ഈ അവസ്ഥകൾ മാറ്റിയെടുക്കാൻ, ജീവിതാവസ്ഥകൾ മാറ്റി മനുഷ്യനെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിയ രണ്ട് മഹാപുരുഷന്മാരുടെ ഈ സംഗമം വരാനിരിക്കുന്ന തലമുറകളിലേക്ക് കൂടി അതിൻ്റെ സന്ദേശം എത്തിക്കണം എന്നുള്ള വിനയപൂർവമായ ഒരു അഭ്യർത്ഥന ഞാൻ മുന്നിൽ വയ്ക്കുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടി തീർച്ചയായും ആ പഴയ കാലത്തേക്കും അവർ കാലാതിവർത്തിയായി നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനും കൂടിയുള്ള അവസരമായി മാറും. ഈ യോഗം ബഹുമാനനായ ശ്രീ VM സുധീരൻ അധ്യക്ഷത വഹിക്കുന്ന ഈ യോഗം തീർച്ചയായും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ശ്രീ G സുധാകരൻ്റെയും ശ്രീ ദിവാകരൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ കൂടുതൽ ധന്യമാകുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, ആശയങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അതിലെല്ലാത്തിലും വലുതാണ് മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അവന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടവും. രണ്ട് മഹാപുരുഷന്മാർ പോരാടിയത് വ്യവസ്ഥിതിയോടാണ്. വ്യവസ്ഥിതിയുടെ തെറ്റായ വഴികൾക്കെതിരെ പോരാടിയവരാണ് അവർ രണ്ടുപേരും. ആ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള പോരാട്ടം തീർച്ചയായും പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവുകാരാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും
എന്ന് നമുക്ക് കാണിച്ചു തന്ന മഹത് വ്യക്തികൾ കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും അതിഥികളായി ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ ജി സുധാകരനും ശ്രീ ദിവാകരനുമാണ്. രണ്ടുപേരോടും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എല്ലാവരും. ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അവരതിനുള്ള അവസരം ആ 5 വർഷക്കാലം ഒരിക്കൽ പോലും, സുധാകരൻ കൂടുതൽ വർഷം ഇരുന്നിട്ടുണ്ട്, ഒരിക്കൽ പോലും തന്നിട്ടില്ല. ഇന്നും ഞങ്ങൾ പറയും, പൊതുമരാമത്ത് വകുപ്പിൽ ഇന്നും പരാതി അസംബ്ലിയിൽ ഉയർന്നു. പല കാരണങ്ങൾ, പൊതുമരാമത്ത് വകുപ്പ് മാത്രമല്ല, പല വകുപ്പുകളിലെയും പക്ഷാഭേദത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, നീതിമാനായ ഒരു പൊതുമരാമത്ത് മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് ശ്രീ ജി സുധാകരനായിരുന്നു. കൃത്യമായി ഞാനിത് ഇവിടെ വെച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തി പറയുന്നതല്ല, അദ്ദേഹം മന്ത്രിയായപ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അതുപോലെ നിയമസഭയിൽ ഞങ്ങൾക്കെല്ലാം ഉപദേശങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ് അന്നും ഇന്നും ശ്രീ ദിവാകരൻ. ഈ വലിയൊരു പരിപാടി, അതായത് നമ്മളെല്ലാം വളരെ വികാരവായ്പോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായതിന് ഞാൻ പ്രത്യേകമായ നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡൻറ്റുമായ പ്രിയപ്പെട്ട രമേശ്, പ്രിയങ്കരനായ ജി സുധാകരൻ, പ്രിയപ്പെട്ട സി ദിവാകരൻ, പ്രിയങ്കരനായ ബാലചന്ദ്രൻ സാർ, പ്രിയപ്പെട്ട VS ബാലചന്ദ്രൻ, നമ്മുടെ DCC പ്രസിഡൻറ്റ് പ്രിയപ്പെട്ട പാലോട്ട് രവി, പ്രിയങ്കരനായ ലിജു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും സമാഗമനം നടത്തി ജനങ്ങൾക്ക് ആശയപരമായ സന്ദേശം നൽകിയ ആ മഹത്തായ ആ സന്ദർഭം, അതിന് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇന്ന് ശിവഗിരിയിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടി ഉണ്ടായിരുന്നു. ആദരണീയരായ തുഷാർ ഗാന്ധി അവിടെ പങ്കെടുത്തിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി. നമുക്കറിയാം, മഹാനായ ശ്രീനാരായണ ഗുരു, അതീവ മഹത്വമുള്ള മഹാത്മജി, ഇവരൊരുമിക്കുന്നു. ഗാന്ധിജി 5 തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. 2ാമത്തെ തവണയാണ് ശിവഗിരിയിലെത്തുന്നത്. 2ാം തവണ ഗാന്ധിജി വന്നത് ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന് ധാർമ്മികമായ കരുത്ത് പകരുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ശിവഗിരിയിലെത്തി അഭിവന്ദ്യനായ നാരായണ ഗുരുസ്വാമിയെ കാണുന്നത്. ഗാന്ധിജിയോടൊപ്പം ശ്രീ രാജഗോപാലാചാരി, മഹാദേവ ദേശായി, രാമദാസ് ഗാന്ധി, അതുപോലെ തന്നെ പ്രഗത്ഭരായ മലാത്മഹ വ്യക്തികളുമുണ്ടായിരുന്നു. അവരെ സ്വീകരിക്കാൻ നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ TK മാധവനും CV കുഞ്ഞിരാമനും അതുപോലുള്ള പ്രഗത്ഭ വ്യക്തികൾ അവിടെ സന്നിഹിതരായിരുന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ആശയവിനിമയം സുപ്രധാനമായ പല വിഷയങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ ദുരാചാരം, അയിത്തം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദുരാചാരം, അവശ ജനവിഭാഗങ്ങളുടെ, അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് എന്തൊക്കെ വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിൽക്കുന്ന
അയിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ വ്യവസ്ഥിതി മാറ്റുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ചർച്ച നടത്തുകയുണ്ടായി. നമുക്കറിയാം, ആ ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു ചരിത്ര സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം മഹാത്മജിയെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനവരതം പൊരുതിക്കൊണ്ടിരിക്കുന്ന, ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാത്മാ ഗാന്ധിക്കൊരു പുത്തൻ ഊർജം ശിവഗിരിയിൽ നിന്നും കിട്ടി. ശ്രീനാരായണ ഗുരുസ്വാമി മഹാത്മാഗാന്ധി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ പര്യാപ്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രവർത്തനങ്ങൾക്ക് അത് പുതിയൊരു കരുത്ത് പ്രദാനം ചെയ്യുന്ന നടപടിയായിരുന്നു. നമുക്കറിയാം, ഗാന്ധിജി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ വഹിച്ച സുപ്രധാനമായ പങ്ക് എത്ര പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാരംഭകാലം മുതൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മുന്നിൽ ഇന്ത്യക്കാരുടെ പരിദേവനങ്ങളും പരാതികളും നൽകുന്നതിനുള്ള നിവേദക സംഘമായിരുന്നെങ്കിൽ, ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയാണ്. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം എത്തി. തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഇന്ത്യയെ കണ്ടെത്താൻ, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ യാത്ര ചെയ്തു. പിന്നീട് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിൽ സജീവമായി പങ്കെടുത്ത് അവർക്ക് നേരെയുണ്ടായിരുന്ന ചൂഷണം അവസാനിപ്പിക്കുന്നതിന് തൻ്റേതായ പങ്ക് വഹിച്ചു. ഗുജറാത്തിലെ ഖൈറയിൽ കർഷകർ അനുഭവിക്കുന്ന അനീതിക്കെതിരെ പോരാടി. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന തുണിമിൽ മുതലാളിമാരുടെ ചൂഷണത്തിനെതിരായി ശക്തമായി പ്രതികരിച്ചു. അവസാനം ഗാന്ധിജിയുടെ ധാർമ്മിക ശക്തിക്ക് മുന്നിൽ തുണിമിൽ മുതലാളിത്തത്തിന് തലകുനിക്കേണ്ടി വന്നു. അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച റൗലറ്റ് ആക്ടിനെതിരെ ശക്തമായി പ്രതികരിച്ചു. റൗലറ്റ് ആക്ടിനെതിരെ ശക്തമായി പ്രതികരിച്ച സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ പഞ്ചാബിലെ ജാലിയൻവാല ബാഗിൽ വെച്ച് ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു. ആദ്യത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. പിന്നീട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോയി. പക്ഷേ ശ്രീനാരായണ ഗുരുസ്വാമിയെപ്പോലെ അഹിംസ ഏറ്റവും വലിയ മുദ്രാവാക്യമായി മഹാത്മാഗാന്ധി സ്വീകരിച്ചിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ചൗരയിൽ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തു. പിന്നീട് സാമൂഹ്യ രംഗത്തെ അനീതിക്കെതിരെ അവിടെ നിലനിന്നിരുന്ന ദുരാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനത്തിലാണ് കേന്ദ്രീകരിച്ചത്. മദ്യം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം മുഴുവൻ മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച് വീടുകളിൽ കുടുംബങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മദ്യവർജനം ഒരു മഹാപ്രസ്ഥാനമായി ഗാന്ധിജി മുന്നോട്ട് നീക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർമ്മ പദ്ധതിയാക്കി ഗാന്ധിജി മദ്യവർജനം എന്ന മഹാപ്രസ്ഥാനത്തെ മാറ്റിയെടുത്തു. അതുപോലെ തന്നെയാണ് അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ. രാജ്യത്തെ ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ, അവശ ജനവിഭാഗങ്ങളെ, പിന്നോക്ക ജനവിഭാഗങ്ങളെ, അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അയിത്തം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശം ലംഘിക്കുന്ന പൗരാവകാശം ലംഘിക്കുന്ന ആ ദുസ്ഥിതിക്കെതിരെ ശക്തമായി പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ നമുക്കറിയാം, തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ, സാമൂഹ്യ വ്യവസ്ഥിതി മഹാനായ ടി.കെ. മാധവൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. 1921 തിരുനെൽവേലിയിൽ വെച്ച് ടി.കെ. മാധവൻ മഹാത്മാഗാന്ധിയോട് ഈ കാര്യം സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. പിന്നീട് 1923 കാക്കിനഡ കോൺഗ്രസിൽ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാക്കിനഡ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രശ്നം ഗാന്ധിജിയുമായി സംസാരിച്ചു, പ്രശ്നം അവതരിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയിത്തോച്ചാടനം
കോൺഗ്രസിൻ്റെ മുഖ്യ കർമ്മ പരിപാടിയായി അംഗീകരിക്കുന്ന പ്രമേയം ആ സമ്മേളനത്തിൽ പാസാക്കി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അയിത്തത്തിനെതിരെ, അയിത്തോച്ചാടനത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അതിൻ്റെ ആ സമ്മേളനത്തിൽ ടി.കെ. മാധവനോടൊപ്പം കെ.പി. കേശവമേനോൻ പങ്കെടുത്തിരുന്നു. പിന്നീട് KPCC സബ് കമ്മിറ്റി യോഗം എറണാകുളത്ത് ചേർന്ന് ആദരണീയരായ കേളപ്പജി, കെ.പി. കേശവമേനോൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അതുപോലുള്ള മഹാവ്യക്തികളെ പങ്കെടുത്തുകൊണ്ടുള്ള സബ് കമ്മിറ്റി ഉണ്ടാക്കി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. ഒരു വലിയ മുന്നേറ്റമായിരുന്നു. ഗാന്ധിയൻ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്രമരഹിതമായിരുന്നു. എല്ലാവിധ പ്രകോപനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അക്രമരഹിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി. അതേസമയം ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഉപദേശം പ്രകാരം ആദരണീയനായ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തുകയുണ്ടായി. എല്ലാ അർത്ഥത്തിലും സമാധാനപരമായ മാർഗത്തിലൂടെ നിലവിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുക, അതിനെ ശക്തമായി ചോദ്യം ചെയ്യുക, അതിനെതിരെ പ്രതികരിക്കുക. ഒരു തുള്ളി ചോര പോലും വീഴാത്ത ആ സമര പരിപാടി, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ഭാഗധേയം മാറ്റിമറിച്ചത്. അതുപോലെ തന്നെ ഗാന്ധിജി, നമുക്ക് നേരത്തെ പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചതുപോലെ ഗാന്ധിജി അരുവിപ്പുറം പ്രതിഷ്ഠ, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സമാധാനപരമായി സൗമ്യമായി ആരെയും പ്രകോപിപ്പിക്കാതെ അദ്ദേഹം ചോദ്യം ചെയ്തു, ശിവപ്രതിഷ്ഠ നടത്തി. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വന്ന വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധികളെ അദ്ദേഹത്തിൻ്റെ ശാന്തമായ വാക്കുകൾ അത് വളരെയേറെ അവരെ പ്രകോപിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിലാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറത്ത് തുടക്കം കുറിച്ചത്. പിന്നീട് സർവമത സമ്മേളനം നടത്തി. എല്ലാ മതങ്ങളും ഒന്നാണ്, ഏക മതസാരം, എല്ലാ മതങ്ങളും ഒന്നാണ്, എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ കലഹിക്കലല്ല വേണ്ടത്, അവർ ഒന്നിച്ചു ചേർന്ന് ഒരേ ഐക്യത്തിൻ്റെ സന്ദേശം നൽകണം, മതസൗഹാർദ്ദത്തിൻ്റെ നല്ല അന്തരീക്ഷം വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി പിന്നെ രംഗത്ത് മതപരമായ തലങ്ങളിൽ സംഘർഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സർവമത സമ്മേളനം ആലുവയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. വളരെ വിജയകരമായിരുന്നു, അർത്ഥപൂർണമായിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ സർവമത സമ്മേളനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്വാമികൾ തീർച്ചയായും ടി.കെ. മാധവൻ, മഹാനായ ടി.കെ. മാധവന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി. വൈക്കം സത്യാഗ്രഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി. വൈക്കം സത്യാഗ്രഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി എത്തിയത്. അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിലാണ് ശിവഗിരിയിൽ എത്തിയത്. ആ യാത്ര ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ചരിത്രം മാറ്റി എഴുതിയ ഒരു യാത്രയായിരുന്നു. മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുസ്വാമികളുടെയും സംഗമം. അവർ തമ്മിൽ എല്ലാ വിഷയങ്ങളിലും യോജിപ്പുണ്ടായിരുന്നില്ല, പക്ഷേ പൊതുവെ യോജിപ്പായിരുന്നു. സമാനമായ ആദർശങ്ങൾ, സമാനമായ ലക്ഷ്യങ്ങൾ അതുണ്ടായിരുന്നു. വിയോജിപ്പുകൾക്കിടയിലും യോജിപ്പ് കണ്ടെത്താൻ അവർ ശ്രമിച്ചു. നമുക്കറിയാം, ഗാന്ധിജി അഹിംസയുടെ കാര്യത്തിൽ, സത്യത്തിൻ്റെ കാര്യത്തിൽ, മാനവികതയുടെ കാര്യത്തിൽ, മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പൊതുവെ എല്ലാ ഇതുപോലുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഗാന്ധിജിക്കുള്ള അഭിപ്രായം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാനമായ അഭിപ്രായമായിരുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങളായ സത്യം, അഹിംസ, മാനവികത, മദ്യവർജനം, ഈ കാര്യങ്ങളിൽ ഒരേ നിലപാടായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികൾക്കും ഉണ്ടായിരുന്നത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, വാങ്ങരുത്, വിൽക്കരുത്. കർശനമായ നിർദ്ദേശമാണ് ശ്രീനാരായണ ഗുരു അണികൾക്ക് നൽകിയത്. കാരണം മദ്യം സമൂഹത്തിൽ വരുത്തുന്ന കെടുതികളെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു. അതുകൊണ്ട് മറ്റെന്തെല്ലാം മേഖലയിൽ നേട്ടങ്ങളുണ്ടായാലും മദ്യവ്യാപനം സമൂഹത്തെ ദുഷിപ്പിക്കും, നശിപ്പിക്കും
എന്ന തിരിച്ചറിവ് ശ്രീനാരായണ ഗുരുസ്വാമികൾക്കുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെ മഹാത്മജി അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചു. മദ്യവർജനം ഒരു മഹാപ്രസ്ഥാനമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മദ്യവർജനത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി വളരെ കൃത്യമായി പറഞ്ഞു. ഗാന്ധിജിയോട് മദ്യവർജന പ്രസ്ഥാനവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, എന്തിനാണ് സമരം, അവരുപദേശിച്ചാൽ പോരെ എന്ന്, ഉപദേശിച്ച് നേരെയാക്കിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളുടെ കുട്ടി തീയിൽ ചാടാൻ ഉരുമ്പിടുന്ന കുട്ടിയെ നിങ്ങൾ ഉപദേശിച്ച് പിന്തിരിപ്പിക്കുമോ അതോ ബലം പ്രയോഗിച്ച് തടഞ്ഞ് ആ കുട്ടിയെ രക്ഷിക്കുമോ? ചില ഘട്ടങ്ങളിൽ നടപടികൾ വേണ്ടി വരും, ശക്തമായ നടപടികൾ വേണ്ടി വരും. അത് എത്രയോ ദൂരക്കാഴ്ചയോട് കൂടിയിട്ടാണ് ഗാന്ധിജി പറഞ്ഞത്. ഇന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുസ്വാമികളും നമുക്ക് നൽകിയ, ലോകത്തിന് നൽകിയ സന്ദേശങ്ങളൊക്കെ എത്ര വ്യർത്ഥമായിക്കൊണ്ടിരിക്കുന്നു. കാരണം അതിനൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത്. ഇത്രയേറെ അക്രമപൂരിതമായൊരു സാഹചര്യം, ഇത്രയേറെ സംഘർഷങ്ങളും സംഘടനകളും വളരുന്ന ഒരു സാഹചര്യം, മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാതെ ആരെയും എന്തും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ സംജാതമായിട്ടുള്ളത്. ഓരോ ദിവസവും മാധ്യമങ്ങൾ വായിക്കുമ്പോൾ, ഈ പരിഷ്കൃത സമൂഹത്തിൽ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ, മാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകുന്നു. മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. കുറ്റവാളികളും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ കൂടുതൽ കുറ്റവാളികളാകുന്നു, പുതിയ തലമുറയിൽപ്പെട്ടവരും മാറുന്നു. അതിൽ മദ്യവും മയക്കുമരുന്നും വഹിക്കുന്ന പങ്ക് വളരെ വളരെ ഭയാനകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെ തടയാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ഗാന്ധിജി പറഞ്ഞതുപോലെ ഇത്തരം തീയിൽ ചാടാൻ മുന്നോട്ട് വരുന്ന ഉരുമ്പെടുന്ന കുട്ടിയെ ഉപദേശിച്ച് നേരെയാക്കി ബോധവൽക്കരണം നല്ലത് തന്നെയാണ്. പക്ഷേ അതുമാത്രം പോരാ, കർശനമായ നടപടികൾ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ തരത്തിൽ ഗാന്ധിജിയെ സ്മരിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരുസ്വാമികളെ സ്മരിക്കുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ആ കെടുതി മാറ്റാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അയിത്തത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാത്മജി, അയിത്തത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ അവരുടെ സന്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ പോലും ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകക്കാരനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടു എന്നൊറ്റ കാരണം കൊണ്ട് അതിന് അനുവദിക്കാത്ത സ്ഥിതിവിശേഷം അതീവ ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളോടൊപ്പം, രമേശ് ചെന്നിത്തലയോടൊപ്പം, ജി ബാലചന്ദ്രനോടൊപ്പം, BS ബാലചന്ദ്രനോടൊപ്പം ജി സുധാകരനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സി ദിവാകരനും പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ലൊരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തരത്തിലുള്ള സമൂഹത്തിൻ്റെ അതിഗുരുതരമായ പ്രശ്നങ്ങൾ, മനുഷ്യരാശിയെ പൊതുവെ ബാധിക്കുന്ന ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ കുരുങ്ങിപ്പോകേണ്ടതല്ല. അതിനൊക്കെ അതുമായി വലിയൊരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം. അക്രമത്തിനെതിരായി അഹിംസാ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്ന, ലഹരിക്കെതിരായി, മദ്യത്തിനെതിരായി, ലഹരിക്കെതിരായി, അക്രമത്തിനെതിരായി, അക്രമവാസനകൾക്കെതിരായി തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, മറുഭാഗത്ത് സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടായിട്ടുള്ള പരിശ്രമത്തോടുകൂടി ഈ തലമുറകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിന് മഹത്തായ ഈ സമാഗമത്തിൻ്റെ സന്ദേശം പര്യാപ്തമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശിച്ചുകൊണ്ട് അടുത്തതായി വിഷയം അവതരിപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ മുൻ നിയമസഭാ സ്പീക്കറും മുൻ KPCC പ്രസിഡൻറ്റുമായ CVM സുധീരൻ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ,
ഏറ്റവും ആദരണീയനായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ, പ്രിയങ്കരനായ മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ സി ദിവാകരൻ, പ്രിയങ്കരനായ ബാലേന്ദ്ര സാർ, പ്രിയപ്പെട്ട ശ്രീ BS ബാലചന്ദ്രൻ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലൂർ രവി, സ്വാഗതം ആശംസിച്ച KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു, മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ ശക്തൻ അടക്കമുള്ള പ്രമുഖരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, നൂറ്റാണ്ടുകൾക്കുള്ളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു മഹാസംഗമത്തിൻ്റെ ശതാബ്ദിയാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളെയും രാഷ്ട്രത്തിൻ്റെ ഗതിവിഗതികളെയും നിയന്ത്രിച്ച രണ്ട് മഹാന്മാരായ വ്യക്തികളുടെ സമാഗമമാണ് ഇന്ന് നമ്മൾ അയവിറക്കുന്നതും ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതും. മാനവകുലത്തിൻ്റെ മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവനും അഹിംസയുടെയും സഹനത്തിൻ്റെയും പാതയിലൂടെ ഭാരതത്തെ മുന്നോട്ട് നയിച്ച മഹാത്മജിയുടെയും സമാഗമം കേരള സമൂഹത്തിലുണ്ടാക്കിയ ചലനങ്ങൾ ചെറുതല്ല. 1925 മാർച്ച് 12-നായിരുന്നു അത് സംഭവിച്ചത്. നൂറ്റാണ്ടിൻ്റെ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രത്തിൻ്റെ അനിവാര്യതയായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ശക്തമായ പോരാട്ടം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലൂടെ സമീപത്തുകൂടി വഴി നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടാതിരുന്നതിനെതിരെ നടന്ന വൈക്കം സത്യാഗ്രഹമായിരുന്നു. വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായത്. ആ കൂടിക്കാഴ്ച വാസ്തവത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. ഗാന്ധിജി വൈക്കത്ത് ചെന്നപ്പോൾ, വൈക്കത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മനയിൽ പോയപ്പോൾ, ഇണ്ടന്തുരുത്തി മനയിൽ ചെന്നപ്പോൾ ഗാന്ധിജി അകത്തേക്ക് കയറ്റിയില്ല. ഇണ്ടന്തുരുത്തി മനയിൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം വൈശ്യനായതുകൊണ്ട് അകത്ത് കയറ്റില്ല, വെളിയിൽ ഒരു പന്തലിട്ട് അവിടെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി പറയുന്നത് പോലെ വെളുത്ത മണൽ വിരിച്ച് ഗാന്ധിജി എന്ന അഗ്നനഗ്നനായ ഫക്കീറിനെ ആനയിച്ചു കൊണ്ടുപോയതും ചരിത്രത്തിൻ്റെ രണ്ട് സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അന്ന് ഗാന്ധിജി ശിവഗിരിയിൽ വന്ന സംഭവം. ശിവഗിരിയിൽ 3 തവണ ഗാന്ധിജി വന്നിട്ടുണ്ട്. ആദ്യമായി വന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട സന്ദർഭങ്ങൾ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദർശനം എൻ്റെ ക്ഷണപ്രകാരമാണ് ശിവഗിരിയിലെത്തുന്നത്. അതിനു മുമ്പ് അമ്മ മഹാറാണിയെ കണ്ട് ഗാന്ധിജി സംഭാഷണം നടത്തിയിരുന്നു. ഗുരുദേവൻ്റെ ആധ്യാത്മിക ഔന്നത്യം TK മാധവൻ നേരത്തെ ഗാന്ധിജി തിരുനെൽവേലിയിൽ വെച്ച് തന്നെ സംഭാഷണത്തിലൂടെ അന്ന് SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കൂടിയായ TK മാധവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ആ ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിൽ വെച്ച്, പിന്നീട് ഗാന്ധിജിയുടെ പേര് കൊടുത്ത ആ മന്ദിരത്തിൽ വെച്ചാണ് ആ സംഭാഷണം നടക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം C. രാജഗോപാലാചാരി, മഹാദേവ ദേശായി, ദേവദാസ് ഗാന്ധി, EV രാമസ്വാമി നായ്ക്കർ എന്നിവരുണ്ടായിരുന്നു. ഗുരുദേവ ശിഷ്യരായ ബോധാനന്ദ സ്വാമി, സത്യവ്രത സ്വാമി, പൂർണ്ണാനന്ദ സ്വാമി, TK മാധവൻ, സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, N. കുമാരൻ എന്നിട്ടുള്ള പ്രഗത്ഭരായ ആളുകളും ഉണ്ടായിരുന്നു. ഇന്ന് വനജാക്ഷി മന്ദിരത്തിൽ പുൽപ്പായിൽ ഖദർ വിരിച്ച് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മളൊന്ന് ഓർമ്മയിൽ ഓർത്തു നോക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ആ സംഭാഷണം കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള ശക്തി ചെറുതായിരുന്നില്ല. വൈക്കം സത്യാഗ്രഹം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ഗുരുദേവനോട് ചോദിക്കുമ്പോൾ ഗുരുദേവൻ അതിന് പൂർണ്ണമായ അംഗീകാരം നൽകിയത് ഞാനിവിടെ ഓർക്കുകയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റം വരുത്തണ്ട എന്നാണ് ഗുരുദേവൻ
ഗാന്ധിജിയോട് പറഞ്ഞത്. സമരരീതിക്ക് മാറ്റം വരുത്തേണ്ടതില്ല, അത് നന്നായി നടക്കുന്നല്ലോ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അയിത്തോച്ചാടനത്തിന് മറ്റെന്തൊക്കെ വേണമെന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ഗുരുദേവൻ നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസവും സമ്പത്തും ഉണ്ടാകണം. മിശ്ര ഭോജനമോ മിശ്ര വിവാഹമോ ഉടനടി വേണ്ടെന്ന് അഭിപ്രായമില്ല. നന്നാകുവാൻ സൗകര്യം മറ്റെല്ലാവർക്കും എന്ന പോലെ അവർക്കും ഉണ്ടാകണം എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഗുരുവിൻ്റെ പ്രായോഗിക ജ്ഞാനമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നല്ല വിദ്യാഭ്യാസം ചെയ്യുക, നല്ല സമ്പത്ത് ആർജിക്കുക, സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുക, അവരെ കഴിവുള്ളവാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഗുരു ഊന്നൽ നൽകിയത്. അക്രമരഹിതമായ സത്യാഗ്രഹത്തേക്കാൾ അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം നല്ലതാണെന്ന് ചിലർ പറയുന്നു. സ്വാമിയുടെ അഭിപ്രായം എന്താണ് എന്ന് ഗാന്ധിജി തുടർന്ന് ചോദിക്കുന്നു. ബലപ്രയോഗം നല്ലതാണെന്ന് നാം കരുതുന്നില്ലെന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. രാജാക്കന്മാർക്കും മറ്റും അത്യാവശ്യമാണെന്ന് പുരാണങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ബലപ്രയോഗം ശുഭകരമാകില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. മതപരിവർത്തനത്തെ പറ്റിയായിരുന്നു അടുത്ത ചോദ്യം. മതപരിവർത്തനം സ്വാതന്ത്ര്യലബ്ധിക്ക് വഴി തുറക്കുമോ എന്നായിരുന്നു ഗാന്ധിജിയുടെ ചോദ്യം. മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നു. അപ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നല്ലതാണെന്ന് വിചാരിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. അപ്പം ഗാന്ധിജിയുടെ അടുത്ത ചോദ്യം, ആധ്യാത്മിക മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമി കരുതുന്നുണ്ടോ? ഗുരുദേവൻ പറയുന്നു, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുമുള്ള ഗുരുദേവൻ്റെ ചിന്തകളോടൊപ്പം ചേർത്ത് നിൽക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മറ്റു മതങ്ങളുടെ കാര്യം നിൽക്കട്ടെ, ഹിന്ദുമതത്തിൻ്റെ കാര്യം പറയൂ എന്ന് ഗാന്ധിജി ചോദിക്കുന്നു. ഗുരുദേവൻ പറയുന്നു, ആധ്യാത്മിക മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ. എന്നാൽ ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ജനങ്ങൾ കൂടുതൽ ഇച്ഛിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവിടെ ഉയർന്നു വന്നത്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഈ സംഭാഷണങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടും. അഹിംസ രണ്ടുപേരും ഏറ്റെടുത്ത ഒരു മഹത്തായ കാര്യമാണ്. ആളുകളെ ഹിംസിക്കുക എന്നുള്ളതല്ല, സമാധാനപരമായി ജനങ്ങൾ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സംഭാഷണത്തിന് ശേഷം ഗുരുവിനോടൊപ്പം നടന്ന് ശിവഗിരിയിലെത്തിയ ഗാന്ധിജി ഗുരുദേവൻ താമസിച്ചിരുന്ന വൈദിക മഠത്തിലാണ് താമസിച്ചത്. അന്ന് താമസം പർണശാലയിലേക്ക് മാറ്റി. 2 തവണ കൂടി ഗുരുദേവൻ അവിടെ ചെന്നിട്ടുണ്ട്. അന്ന് പക്ഷേ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷമായിരുന്നു. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ആത്മീയ പുരുഷൻ ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ഗുരുദേവനെ അതോടൊപ്പം തന്നെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിച്ച ഗാന്ധിജിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് ഗാന്ധിജിയെ തന്നെ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജനുവരി 30 1948 ജനുവരി 30 ഗാന്ധിയെ വെടിവെച്ച് കൊന്നെങ്കിൽ ഇന്ന് നിരന്തരം ഗാന്ധി വധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനെ ഓർക്കാനും അനുസ്മരിക്കാനും ഗാന്ധിജിയെ ഉയർത്തിപ്പിടിക്കാനും ഈ ആധുനിക കാലഘട്ടത്തിന് കഴിയേണ്ടിയിരിക്കുന്നു. ഗാന്ധിജി മരിക്കുന്ന 79ാമത്തെ വയസ്സിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ 72 വയസ്സ് വരെ ജീവിച്ചിരുന്നു. വയസ്സ് ഒന്നിനും ഒരു ഉപാധിയല്ല. വയസ്സും പ്രായവും ഒന്നിനും ഒരു ഉപാധിയായി ഞാൻ കണക്കാക്കുന്നുമില്ല. 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ ഒരാളാണ് ഞാൻ. അപ്പോൾ ചെറുപ്പക്കാർക്കും മന്ത്രിയാകാം, പ്രായമുള്ളവർക്കും മന്ത്രിയാകാം. അപ്പോൾ വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ അളക്കാനുള്ള ഒരു വേലിക്കെട്ടായി അല്ലെങ്കിൽ അളക്കാനുള്ള ബാരോമീറ്ററായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഗാന്ധിജി 79 വയസ്സ് വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണ് മരിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടെ ജീവിച്ചിരുന്നതിന്. ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നോ നമ്മൾ ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെജി 82 വയസ്സുള്ള ഒരാളാണ്. പക്ഷെ ഇത്രയും ഊർജ്ജസ്വലമായി ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ ആവേശത്തോടെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇന്ത്യ മുഴുവൻ ഓടി നടക്കുകയും ചെയ്യുന്ന
പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അനിഷേധ്യനായ നേതാവാണ്. അതുകൊണ്ട് മതം, അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ കഴിവാണ്, മനസ്സാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മുടെ സങ്കുചിതമായ ചിന്തകൾക്കപ്പുറം മനുഷ്യനെ കാണാനും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി ഞാൻ ഉദ്ദേശിച്ചത് ശ്രീ ജി സുധാകരനെ ക്ഷണിക്കാനാണ്. പക്ഷെ ജി സുധാകരൻ്റെ തന്നെ അഭിപ്രായം ആദരിച്ചുകൊണ്ട് സി ദിവാകരനെ ക്ഷണിക്കുന്നു. സ്നേഹിതരെ, ഞാൻ നിങ്ങളുടെ വേദിയിലെ പുതിയ ആളൊന്നുമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കോൺഗ്രസ് CPI മുന്നണിയിൽ അച്യുതമേനോൻ്റെ കാലം മുതലുള്ള അടിയന്തരാവസ്ഥ കാലത്ത് ഞാനാണ് ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി മനോഹരമായി വ്യാഖ്യാനിക്കുന്നതാണ്. കോൺഗ്രസ്സുകാർ തന്നെ എന്നെ വിളിച്ചത്. അപ്പോൾ ഞാനൊരു പുതിയ ആളല്ല. സുധാകരനാണ് ഇന്നത്തെ താരം എന്നെനിക്കറിയാം. ഞാൻ ആദ്യമായി ഇത് സംഘടിപ്പിച്ച കോൺഗ്രസ് പാർട്ടിയെ, നേതാക്കന്മാരെ അഭിനന്ദിക്കുകയാണ്. കാലം വളരെ വേഗം മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാം മറക്കുകയാണ്. സമകാലീന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായ രൂപീകരണം നടത്തുന്ന അവസരവാദപരമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലകളെ മറക്കുക എന്നത് ഇന്ന് പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്. ഇന്നലകളെ മറക്കുമ്പോൾ നിങ്ങളല്ലാതാകുന്നു എന്നത് ആരും അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഇന്നലകളിലേക്ക് പോവുകയാണ്. ഞങ്ങളെ പിടിച്ച് 100 കൊല്ലത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം ഞങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അത് ഒരു അപൂർവമായ സംഭവമാണ്. രാഷ്ട്രീയത്തിൽ അസാധാരണമായൊരു കാര്യമാണ്. ചരിത്രത്തിലേക്ക് എന്തിനു മടങ്ങിപ്പോകണമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ പഴയ കാര്യമാണ്, ഇപ്പോഴത്തെ കാര്യം പറയാം. ആ പഴയ കാര്യം കേൾക്കാൻ വളരെ അസ്വസ്ഥതയുള്ള ഒരു തലമുറയും നമ്മളറിയാതെ വളരുകയാണ്. അഭിയെക്കുറിച്ചല്ല, അഭി നല്ല പഴയതൊന്നും കേൾക്കണ്ടേ, അത് ഞങ്ങൾ കാണണ്ട, അതൊക്കെ പഴഞ്ഞ കാര്യമാണ്. അതിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സെൽഫോണിൽ കൂടി വരുന്ന സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്നത് ഞങ്ങൾ കേൾക്കും. പിടിവാശിയാണ്. അതിൻ്റെ ഫലമായിട്ട് വരുന്ന ദുരന്തങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തലയും സുധീരനും എൻ്റെ പ്രിയപ്പെട്ട VD സതീശന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, അത് പിന്നീട് പറയാം. എന്നെ വെള്ളം കുടിപ്പിക്കാൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നോക്കാൻ നിയമസഭ. ഞാൻ നല്ല ഫ്ലോയിൽ പ്രസംഗിക്കുമ്പോൾ സതീശ ഒരു ചോദ്യമായിട്ടിരിക്കും. അതൊരു പതിവാണ്. ഞാനൊരു ദിവസം ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ ഞാൻ സതീശ, നീ എന്തിനാണ് എൻ്റെ പ്രസംഗത്തിന് തടസ്സപ്പെടുന്നത്? അയ്യോ, അണ്ണൻ അങ്ങനെ വിടാൻ പോകില്ല, വിടാൻ ശരിയാവില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. പക്ഷേ കേരള നിയമസഭയിൽ കണ്ട ഞാൻ ഒരുപാട് പരിചയമുള്ളതുകൊണ്ട് പറയാം, ഇത്രയും കറക്റ്റായിട്ടുള്ള ഒരു നിയമസഭാ സാമഗ്രി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളിലൂടെ പെരുമാണ്ട് വന്നതാണ്.
രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വളരെ വളരെ ഇരുത്തം വന്ന അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലേ 28 വയസ്സിൽ മന്ത്രിയായത്. 28 വയസ്സിൽ ഞാനിവിടെ കൊടിയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായി. അങ്ങനെയുള്ള എല്ലാ ഓർമ്മകളുടെ നടുവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. കാരണം സുധാകരനെ ഇരുത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. അതിൻ്റെ കാര്യം എനിക്കറിയാം. സുധാകരൻ മെസ്സേജ് അയച്ചാൽ എല്ലാവരും പോകും. ഗാന്ധി ഇവിടെ ഗാന്ധി എന്ന് വെച്ചാൽ നോട്ടിലുള്ള ഗാന്ധിയാണ്. ലോക ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചാൽ ഇതുപോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഈ ഭൂമുഖത്ത് ആർക്കും സാധ്യമല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇത് ഒരു ജീവനുള്ള മനുഷ്യനായിരുന്നോ? നമ്മളെപ്പോലെ കയ്യും കാലമൊക്കെ ഉള്ള ആളായിരുന്നോ? അത്ര വലിയ അവിശ്വസനീയമായ ഒരു ജീവിത നയിച്ചൊരാളാണ്. ലോകത്തൊരു നേതാവും പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. അങ്ങനെ എത്ര ആളുകൾക്ക് ഇന്ത്യയിൽ പറയാൻ കഴിയും? എത്ര ആളുകൾ പറയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം? ആ ഗാന്ധി വന്നത് ഗംഗ ഒഴുകി വരുന്നത് പോലെയാണ്. ആ ഗംഗാനദി ഒഴുകി 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 വന്ന് ഭാരതപ്പുഴയിൽ ചേരുന്നതാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഭാരതപ്പുഴയും ഗംഗ എന്ന ഗാന്ധിയും തമ്മിലുള്ള സംഗമമാണത്. രണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ്, സംസ്കാരമാണ്, സംസ്കാരത്തിൻ്റെ നിറകുടങ്ങളാണ്, അനശ്വരമാണ്, നിലയ്ക്കാത്ത പ്രവാഹമാണ്. അത് ഒരു വലിയ സംഭവമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ എന്നും നമ്മളിത് അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങൾ, എല്ലാ വിഭാഗ ജനങ്ങൾ, അത് KPCC അതിന് മുൻകൈയെടുത്ത് വളരെ നല്ല കാര്യം. KPCC വിചാരിക്കരുത് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കില്ല. നിങ്ങളില്ലെങ്കിലും ആളുകളിത് കൊണ്ടുപോകും. അതാണ് അതിൻ്റെ ചരിത്രം. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുനരാവിഷ്കരിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളാരും കണ്ടിട്ടില്ല. ഒരുപാട് ആളുകളെ ഈ ചരിത്രകാരന്മാർ, ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഒരുപാട് ദേശാഭിമാനികളെ തമസ്കരിച്ച് കളഞ്ഞിട്ടുണ്ട്. ഗാന്ധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജനത്തിൽ ഗാന്ധി എടുത്ത നിലപാടിനെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചു. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ധീരന്മാരായ പലരെയും വല്ലാതെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ അതിപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഗാന്ധിയേക്കാൾ വലിയ മകാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നിട്ടുണ്ട്. അപകടകരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കമാണത്. നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഗുരുദേവനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഗുരുദേവൻ്റെ ആദർശങ്ങൾ ഗുരുദേവൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ടോ? പ്രായോഗിക ജീവിതത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ ലിജു ആരാ പറഞ്ഞ മദ്യത്തൊടർച്ചയോട്? അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ടത് ബ്യൂറീസ് വേണോ വേണ്ടയോ, ബ്യൂറീസ് വേണോ വേണ്ടയോ? ബ്യൂറീസ് എന്താ? മദ്യം ഉണ്ടാക്കാനുള്ള ചാരായം. ബ്രൂവൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എത്ര പെട്ടെന്നാണ് ഈ മദ്യം കയറി അതിൻ്റെ പ്രധാന അജണ്ടയായത്. ഞാൻ രസകരമായ ഒരു വാർത്ത പത്രത്തിൽ വായിച്ചു, ശരിയാണെന്നറിയില്ല. ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അവസാനത്തെ ആളിനെയും കൊടുത്തിട്ടേ അടയ്ക്കാവൂ.
ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണത്. അല്ലേ രമേശ്? അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശമാണ്. വോട്ട് ചെയ്യാൻ വരുന്ന ക്യൂവിൽ നിൽക്കുന്ന അവസാന ആൾ വോട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുക്കണം. ഇതല്ലേ നമ്മൾ നാരായണ ഗുരുദേവനോട് ചെയ്യുന്ന നീതി. നമ്മൾ നീതിയൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരെ അഡ്രസ്സ് ചെയ്യണം. ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പാർട്ടികളും ഈ പുതിയ തലമുറയുടെ താളം തെറ്റിയുള്ള പോക്കിനെ അഡ്രസ്സ് ചെയ്യണം. അഡ്രസ്സ് ചെയ്ത് അവരെ കൊണ്ടുവരണം. അവരെല്ലാം പിടിച്ചോടിക്കാരാണ്, പിന്നെ എന്താ മയക്കുമരുന്നുകാരാണ്, കൊലപാതകളാണ്, കള്ളന്മാരാണ്, ഒന്നിനും കൊള്ളൂല. പിന്നെ ആരാ കൊള്ളാന്നുള്ളത്? അത് അവർ നമ്മുടെ സന്തതികളാണ്. എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള സന്തതികളാണ്. അവരെ കറക്റ്റ് ചെയ്യണം. അതിന് ഗവൺമെൻറ് മാത്രമേ, ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും ഉത്തരവും കൊണ്ടൊന്നും ജനങ്ങളവരുടെ നന്നാവില്ല. ഉത്തരവിറക്കേണ്ടതുകൊണ്ട് കാര്യമുള്ള മദ്യ നിരോധനം ആണല്ലോ. പടിപ്പടിയായി മദ്യം കുറച്ച് കൊണ്ടുവരും. എവിടെ പടിപ്പടിയായി കുറച്ച് കൊണ്ടുവരുന്നത്? നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ പറ്റിക്കാന്നുള്ളതല്ലാതെ. സമൂഹം ഒന്നാകെ അമർഷമുള്ളവർ, പ്രതിഷേധമുള്ളവർ, ഗാന്ധിസത്തോട് താല്പര്യമുള്ളവർ. ഞാൻ ഗാന്ധിസത്തിൻ്റെ ആളല്ല, ഞാൻ മാർക്സിസത്തിൻ്റെ ആളാണ്. പക്ഷെ ഗാന്ധിസം ഇന്ത്യയിലെ പ്രായോഗികമായ ഒരു തിയറിയാണ്. ഞങ്ങളുടേത് വർഗസമരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റി. ഞങ്ങൾ വർഗസമരത്തിന് പോയി ഞങ്ങളെല്ലാം ശരിപ്പെടുത്തിയിട്ടു. ഞങ്ങളുടെ ആയുധങ്ങൾ ജയിച്ച് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഇത് ശരിയായില്ല, ഇത് ഓടില്ല. ഇത് അതേ വഴിയിൽ ഞങ്ങളുടെ പിന്നാലെ പിന്നെ കുറേ പിള്ളേർ വന്നു, നക്സൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പോയി. അപ്പം ഇന്ത്യ പ്രതീക്ഷിക്കുന്നതല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, സമാധാനപരമായി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ മാറ്റം. അതാണ് ഇന്ത്യയിലെ ഹൃദയം. അതാണ് ആ ഹൃദയം കൊടുത്തത് ഗാന്ധിയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാന്ധി തന്ന ഉപദേശങ്ങളും സന്ദേശങ്ങളും ഗുരുദേവൻ്റെ ആത്മീയമായ ഗാന്ധി ഭൗതികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു രാഷ്ട്രത്തിൻ്റെ ജനതയുടെ ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഗാന്ധി നേതൃത്വം. അന്ധകാരത്തിൽ പെട്ടുപോയ ഒരു വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയമായ പ്രവർത്തനങ്ങളാണ് നാരായണ ഗുരു ആരംഭിച്ചതും തുടങ്ങിയതും മുന്നോട്ട് പോയത്. ഇത് രണ്ടും അനിവാര്യമാണ്. ആ രണ്ടിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ്, ആ രണ്ടാശയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പ് കേരളം ഇന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും കൂടി അത് സഹായിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഈ രണ്ട് നേതാക്കന്മാരുടെയും നടക്കുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. എന്നെ നേരത്തെ അനുവദിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സുധീരനോട്. പ്രിയപ്പെട്ട ശ്രീ ജി സുധാകരൻ. മൊഴിയും വഴിയും ആശയ സാഗര സംഗമം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ആധുനിക കേരളത്തിൻ്റെ ശില്പിയായ ശ്രീനാരായണ ഗുരുവും 100 വർഷം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള KPCCയുടെ ഈ
സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാതെ തന്നെ കേരളത്തിലെ ഏതൊരു കൊച്ചുകുഞ്ഞിനും അറിയാവുന്ന പ്രിയപ്പെട്ട VM സുധീരൻ, നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ അഡ്വക്കേറ്റ് അംലിച്ചു, ബഹുമാന്യത്തിലുമൊക്കെ ആ ചിന്താഗതി അത് ഒരു സാമ്രാജ്യത്വ സാമ്പത്തിക നയത്തിൻ്റെ, സാമൂഹ്യ നയത്തിൻ്റെ സംഭാവനയാണ്, ഉദാരവൽക്കരണം. ആ ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ചരിത്രത്തെ വിസ്മരിക്കുക എന്നുള്ളതാണ്. ഇന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുക്കുക, നാളെ എന്തുമാവട്ടെ. എപ്പിക്യൂറിയൻ ഫിലോസഫി എന്ന ഒരു പലതരം ഫിലോസഫികളുണ്ടല്ലോ. എപ്പിക്യൂറിയൻ ഫിലോസഫി എന്നൊരു ഫിലോസഫിയുണ്ട്. അത് ഒമർ ഖയ്യാമിൻ്റെ കവിതയിൽ കാണാം. അതിൽ പറയുന്നത് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ടുമോറോ ഈസ് നോട്ട് അവേഴ്സ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നമ്മുടേതല്ല. കഴിഞ്ഞ നാളുകളെ പറ്റി ഓർമ്മ തന്നെ ഇല്ല. നാളെ നമ്മുടേതല്ല, നമ്മൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ ഫിലോസഫി എന്ന എപ്പിക്യൂറിയസിൻ്റെ പേര് പോലും അറിയാത്തവർ ഈ ഫിലോസഫിയെ ആലിംഗനം ചെയ്യുക മാത്രമല്ല, ഈ ഫിലോസഫി അവരെ ആഗിരണം ചെയ്തിരിക്കുകയാണ്. കേരളവും ഇതിനൊട്ടും അപവാദമല്ല. ഇതേപ്പറ്റിയൊക്കെ ആഴത്തിലുള്ള ചർച്ചകളോ ചിന്തകളോ കുറവായൊരു സാഹചര്യത്തിലാണ് ഇതേപ്പറ്റി കൂടിയൊക്കെ പറയാൻ ഇവിടെ ഒരു അവസരം KPCC ഉണ്ടാക്കിയിരിക്കുന്നു. ഈ സംഗമത്തിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ ആശയ സങ്കര സംഗമമെന്നാണ്. ആശയസാഗര സംഗമം, ആശയങ്ങളാകുന്ന മഹാസമുദ്രങ്ങളുടെ സംഗമം എന്നർത്ഥം. വളരെ നല്ലൊരു പേരാണ്. കാരണം ആശയങ്ങളൊരു സമുദ്രം പോലെയാണ്. കാണാനാവാത്തതും അളക്കാനാവാത്തതുമായ വലിയ പെരുമയുള്ള ഒന്നാണ്. വളരെ ഫിലോസോഫിക്കലായ, വളരെ താത്വികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഘട്ടങ്ങളിൽ കൂടി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യയുടെ അഹിംസയിലൂന്നിയ സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിലൂടെ ഇന്ത്യയെ പരിവർത്തനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും സത്യത്തെ സ്വാംശീകരിച്ച് ഭൗതികവും ആധ്യാത്മികവുമായ ജീവിതവൃത്തിയെ സംയോജിപ്പിച്ച് മാനവ ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞ മഹാഗുരുവും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇങ്ങനെ ഒരു സാഗരൂപമായ ഒരു പേര് കൊടുത്തതും വളരെ അന്വർത്ഥമായ പേര് കൊടുത്താണ്. ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രവിയാണോ? ഇപ്പം ഈ ഇരിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ആലപ്പുഴക്കാരാണ്. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ്. രിജു ആലപ്പുഴയാണ്, രമേശ് ചെന്നിത്തല ആലപ്പുഴയാണ്, ബാലൻ സാർ ആലപ്പുഴയാണ്, ഞാൻ ആലപ്പുഴയാണ്. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇദ്ദേഹം നിരവധി വർഷം ആലപ്പുഴയാണ്. അപ്പോൾ ഞങ്ങളിവിടെ അതൊരു മുൻകൂട്ടി ആലോചിക്കാത്തൊരു കാര്യമാണ്. ഏതായാലും നിങ്ങളുടെ സമ്മേളനത്തിൽ വരാൻ ആലപ്പുഴക്കാർ ധാരാളം പേരുണ്ടല്ലോ എന്നുള്ളതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് താത്വികമായൊരു ബേസിസിലാണ് ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുള്ളത്. അതങ്ങേയറ്റം ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്ന കാര്യം പറയുകയുണ്ടായി. ശ്രീനാരായണ ഗുരു ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യജീവിതം സാധ്യമാകൂ, അല്ലെങ്കിൽ അത് ആനന്ദപൂർണമാവൂ എന്ന് പറഞ്ഞ ആളാണ്. ജ്ഞാനത്തിലും ആനന്ദം കണ്ടെത്തിയാലാണ് മഹാഗുരു. ജ്ഞാനമാനന്ദം എന്നുള്ള ഭാരതീയമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മഹാത്മജി രാഷ്ട്രീയ വിപ്ലവത്തിലൂടെ
സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും പരിവർത്തനത്തിനും അദ്ദേഹം രാഷ്ട്രീയമായി പരിശ്രമിച്ചതോടൊപ്പം രാഷ്ട്രപിതാവായതോടൊപ്പം നിരന്തര സത്യാന്വേഷണ പരീക്ഷകൾ നടത്തുന്ന ആളായിരുന്നു. അവിടെ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള അടിസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നിട്ട് നിൽക്കുമ്പോൾ സത്യത്തെ നേരത്തെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമില്ലാതെ സത്യത്തെ നേരത്തെ തന്നെ സ്വാംശീകരിച്ച ആളാണ് ശ്രീനാരായണ ഗുരു. അക്കാര്യത്തിൽ അദ്ദേഹമാണ് മുമ്പിൽ നിൽക്കുന്നത്. രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള ഗുണവിശേഷങ്ങളുണ്ട്. രണ്ടുപേർക്കും അവരുടേത് തനതായിട്ടുള്ള വ്യക്തിവിശേഷങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ചാതുർവർണ്ണ സമ്പ്രദായത്തിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് അയിത്തത്തോടൊന്നുമുള്ള താല്പര്യം കൊണ്ടല്ല, അയിത്തോച്ചാടനം അദ്ദേഹമാണ് തുടങ്ങിയത്. അത് അയിത്തോച്ചാടനം കുറ്റകരമാണ്, നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുപോലെ സാഹോദര്യം, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് സാമ്പത്തിക ശ്രേണിയായാലും സാഹോദര്യം എന്നുള്ളത് അദ്ദേഹം മാനവികമായി ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. അതും ഭരണഘടനയുടെ ഫ്രറ്റേണിറ്റി എന്ന പ്രിയാമ്പിളിൽ തന്നെ ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും ജാതിയെ മാറ്റി നിർത്താനോ ജാതിയെ മോശമാക്കണോ എന്ന് ആഗ്രഹമില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ 33 കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചെന്ന് പറഞ്ഞു. 5 തവണയാണ് വന്നത്. 1920-ലും 25-ലും 34-ലും 36-ലും 37-ലും വന്നു. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചപ്പോൾ 2ാമത്തെ സന്ദർശനത്തിനാണ് ശ്രീനാരായണ ഗുരുവുമായി സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ശിവഗിരി അദ്ദേഹം 2 തവണ കൂടി വന്നു. ഗുരുദേവനുമായി കണ്ട ദിവസം അദ്ദേഹം അവിടെ രാത്രി താമസിക്കുകയും അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വിപുലമായ ഒരു ജനവിഭാഗത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസെ കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് എന്നാണ്. ജീവിതം തന്നെ പരിപൂർണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ്. മാവിലെ ഇലകളെപ്പറ്റി ഇവിടെ ലിജു പറയുകയുണ്ടായി. പല ജാതി നിലനിൽക്കുന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജി ശ്രീനാരായണ പറയുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഗാന്ധിജിക്കറിയാം. അപ്പോൾ ഒരു മാവിൽ പലതരം വലിപ്പമുള്ള ഇലകളുണ്ട്. അതുപോലെ മനുഷ്യർ പലതരക്കാരായ മനുഷ്യരുള്ള കാലത്തോളം പല ജാതികളും ഉണ്ടാവുമെന്ന് പറയുകയും ഇവിടെ പറഞ്ഞ പോലെ തന്നെ പക്ഷേ എല്ലാ ഇലകളുടെയും സാരാംശം അതിൻ്റെ സ്വാദം ഒന്ന് തന്നെയാണ്. പല മതമേകസാരമാവെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അപ്പോൾ അവിടെയെല്ലാം ഫിലോസോഫിക്കലായി ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി ഗാന്ധിജിയേക്കാൾ മുകളിൽ നിൽക്കുകയാണ്. പ്രപഞ്ചാന്വേഷണത്തിൻ്റെ സത്യത്തിൽ ശ്രീനാരായണ ഗുരു മുകളിലാണ്. രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ്. രണ്ടും മാനവരാശിക്ക് ഒരുപോലെ ആവശ്യമാണ്. അവർ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിൻ്റെ സവിശേഷത കാണും, വൈരുദ്ധ്യങ്ങളും കാണുമെന്നുള്ളതാണ്. ദ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട്. ജർമ്മൻ തത്വശാസ്ത്രജ്ഞ ഫിലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് അത് എഴുതിയിട്ടുള്ളത്, തോമസ് കാർലൈൽ. അതിൽ അദ്ദേഹം ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി 6-7 പേരെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ജർമ്മനിയിൽ തന്നെ ജനിച്ച കാർൽ മാർക്സ് ലോകത്തെ ഏറ്റവും വലിയ ദാർശനികനും വിപ്ലവകാരിയുമാണെങ്കിലും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തോട്, വൈരുദ്ധ്യാദർശ ഭൗതികവാദത്തോട് ഈ പറയുന്ന എഴുത്തുകാരന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ അതിനകത്തുള്ളൂ. അത് ഗാന്ധിജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് 9 പേരിൽ. എബ്രഹാം ലിങ്കണെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന മധ്യകാലഘട്ടത്തിൽ
സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഫ്രാൻസിൻ്റെ വീരവനിതയായ ജോവനോ ഫാർക്കർ ജീവനോട് അവരെ എന്ന ഭരണാധികാരികൾ ദഹിപ്പിച്ചു കളഞ്ഞു. അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗാന്ധിജിയുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഗാന്ധിജി അങ്ങേയറ്റം പഠിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം. നമ്മളിപ്പോൾ എവിടെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൗരൻ എന്ന് പേരൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ചിരിക്കാൻ വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണ് അതൊക്കെ. ഒന്നും സ്വീകരിക്കാൻ പാടില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല രാഷ്ട്രീയക്കാരായി പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. രാഷ്ട്രീയക്കാരനായി പോയാൽ ഇപ്പോൾ സത്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ സത്യം പറയാൻ എല്ലാവരും, ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല, പത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ CPM പറ്റി പറഞ്ഞ നാളെ എഴുതും. എനിക്കതിലാണ് വിമർശനം. ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല, എൻ്റെ പാർട്ടിയെ പറ്റി ഞാൻ ഒരിക്കലും ആക്ഷേപം പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, ആലപ്പുഴ പത്രക്കാരുടെ ആ ഒരു തെറ്റ് നിങ്ങളുള്ള ട്രിവാൻഡ്രത്തുകാർ ആവർത്തിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് പറയേണ്ട അഭിപ്രായം പറയണ്ടേ? വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയുടെ ഉദ്യോഗസ്ഥനായിരുന്നല്ല. ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അയാൾ ഒരിക്കലും വിശ്വപൗരനാവില്ല. അയാൾ ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്നതാണ്. ആരായാലും ശരി, അത് ആവശ്യമായിരിക്കും. നെഹ്റു വിശ്വപൗരനായിരുന്നു. ഡോക്ടർ രാധാകൃഷ്ണൻ വിശ്വപൗരനായിരുന്നു. ടാഗോർ വിശ്വപൗരനായിരുന്നു. മഹാത്മാഗാന്ധി വിശ്വപൗരന്മാരിൽ വിശ്വപൗരനായിരുന്നു. അങ്ങനെ കുറച്ചധികം ആളുകൾ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതായി വരുന്ന പേരാണ് മഹാത്മാഗാന്ധിയുടെ പേര്. ശ്രീനാരായണ ഗുരു അതുപോലെ വിശ്വപൗരനുണ്ട്. എന്തുകൊണ്ട് ആ പേര് അങ്ങനെ ലോകത്തറിയപ്പെടുന്നില്ല? ഒന്നാമത് അദ്ദേഹം ഒരു ചെറിയ ഭാഷ മലയാളം സംസാരിക്കുന്ന ആളാണ്. രണ്ടാമത് ഫ്യൂഡൽ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇവിടെ പൗരതുള്ളി രക്തം പോലും വീഴ്ത്താതെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ചരിത്രം എഴുതുന്നവരുടെ മുമ്പിൽ ശ്രീനാരായണ ഗുരു താഴ്ന്ന ജാതിക്കാരനാണ്, അവരെഴുതത്തില്ലത്. അല്ലെങ്കിൽ വിശ്വപൗരനാവേണ്ട ആളല്ലേ? അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ആർജവവും അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള ജീവിത ഉപദേശങ്ങളുമൊക്കെ ഇന്ത്യയിൽ എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട്? എത്രയെത്ര സാമൂഹ്യ വിപ്ലവകാരികളെ അദ്ദേഹം വാർത്തെടുത്തു. സഹോദരൻ അയ്യപ്പൻ, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, നമ്മുടെ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള TK മാധവൻ, ഇവരൊക്കെ അദ്ദേഹം വാർത്തെടുത്തതല്ലേ? സരോജിനി നായിഡുവിനെ, വാനമ്പാടി എന്ന് വിളിക്കപ്പെട്ട സരോജിനി നായിഡുവിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായും കവിയായും വാർത്തെടുത്തത് മഹാത്മാഗാന്ധിയാണ്. കുമാരനാശാനെ മഹാകവിയാക്കി ആശയങ്ങൾ പ്രദാനം ചെയ്തത് ശ്രീനാരായണ ഗുരുവാണ്. SNDP യോഗത്തിൻ്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും 1903 സ്ഥാപിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഒന്നാമത്തേത് കുമാരനാശാനുമാണ്. നവോത്ഥാനത്തിൻ്റെ ശില്പികളാണവർ. ഇന്നത്തെ കേരളത്തെ വളർത്തിയെടുത്തവരാണവർ. അവരിൽ നിന്നും, ശ്രീനാരായണ ഗുരുവിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ഈ നവോത്ഥാന നായകരായ ശിഷ്യന്മാരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ കോൺഗ്രസ് ഇവിടെ പ്രവർത്തിച്ചത്. തൊഴിലാളി പ്രസ്ഥാനമുണ്ടായത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടായത്. പലതരം ഫിലോസഫികളുടെ സംഗമസ്ഥാനമാണ് ലോകം, ഇന്ത്യ, കേരളം. അതാണ് ഒരു സാഗരം പോലെയാണത്. ഒരു സമൂഹത്തിൽ എത്രയെത്ര തരം ചിന്താഗതികളുണ്ടോ അത്രയധികം ഫിലോസഫി ഉണ്ടാവും. അതിന് ഓരോന്നിനും ഓരോ പാർട്ടി ഉണ്ടാവും. പാർട്ടി ഒരുപാടുണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും കാഴ്ചപ്പാടുകൾ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പാർട്ടികൾ ഉണ്ടാവുന്നത്. ചിലപ്പം ചിലതിന് ആൾ കുറവായിരിക്കും, വിശ്വാസികളെങ്കിലും ആൾ കാണും. ഇവിടെ ഒരു പാർട്ടി വരും, ഫിലോസഫി വരും. വെറുതെ ഉണ്ടാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗസമരത്തിൻ്റെ പ്രസ്ഥാനമാണ്. ശ്രീ ദിവാകരൻ അത് ഓർമ്മിക്കാതെ തള്ളിപ്പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. തള്ളിപ്പറഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഇല്ല. കാരണം കമ്മ്യൂണിസ്റ്റുമാരിപ്പോൾ തുടങ്ങുന്നത് തന്നെ നാളിതുവരെയുള്ള മാനവ ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഓർക്കാതെ പറഞ്ഞു പോയതാണ്. നല്ല ഫോമിലായിരുന്നു ഇന്ന്. ആ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് ഓർത്തോണ്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിച്ചു എന്തായി പറഞ്ഞത്, അത് പറഞ്ഞത് ശരിയാന്ന് പറഞ്ഞത്. ബാക്കിയൊക്കെ പലതും നല്ല കാര്യമാണ്, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയല്ലേ റഷ്യൻ വിപ്ലവം നടന്നത്, ചൈനീസ് വിപ്ലവം നടന്നത്, ക്യൂബൻ വിപ്ലവം, കൊറിയൻ വിപ്ലവം.
വിയറ്റ്നാം വിപ്ലവമൊക്കെ നടന്നത് അങ്ങനെയല്ലേ? ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ അഹിംസ മുറുകെ പിടിച്ച് അവിടെ അക്രമമൊന്നും ഉണ്ടായില്ലെന്നല്ല, എന്നാലും പൊതു സ്ട്രീം എന്ന് പറയുന്നത് അഹിംസയായത് മഹാത്മാഗാന്ധി വഴിയല്ലേ, മറ്റു പാർട്ടികളിലും ഉണ്ടായിട്ടില്ല അന്ന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോരാട്ടം പരാജയപ്പെട്ടെങ്കിൽ ആ പോരാട്ടം നടത്തിയവർ തെറ്റുകാരാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. പോരാട്ടത്തിൻ്റെ പിന്നെ ഉദ്ദേശങ്ങളുണ്ടാവും, ഉദ്ദേശം നല്ലതായിരിക്കും, അന്നത് കുറേ ആളെ ആകർഷിച്ച് കാണും, പിന്നീട് അതിനെ സാർവത്രികമായ അംഗീകാരം ചിലപ്പോൾ കിട്ടാതെ, അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുള്ള സമയം നേരത്തെ പറഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞുവെന്നാണ് എൻ്റെ സംശയം. എനിക്ക് ഒരുപാട് സംസാരിക്കാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ശ്രീനാരായണ ഗുരു കാണുന്നതെല്ലാം സത്യമാണെന്ന് സമ്മതിച്ചു. കാണുന്നതെല്ലാം സത്യമാണ്. കാണാത്ത സത്യങ്ങളുണ്ടെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു, അതും ശ്രീനാരായണ ഗുരു സമ്മതിച്ചു. കാണുന്ന ഒരു സത്യമല്ല, ഇതൊക്കെ മായയാണെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ചൂഷകന്മാരെ ആയിരക്കണക്കിന് വർഷങ്ങളായി ചൂഷകന്മാരുടെ ഭരണകൂടങ്ങളും തത്വശാസ്ത്രജ്ഞന്മാരും ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ മായയല്ലേ, പണ്ട് എഴുതി വച്ചിരിക്കുന്നതല്ലേ, ഇത് അനുഭവിച്ചേ പറ്റൂ. അല്ല, കാണാത്ത സത്യങ്ങളുണ്ട്, അതിൻ്റെ പേരാണ് ആശയങ്ങൾ എന്ന് പറയുന്നത്. അത് കാണാനൊക്കത്തല്ല, പക്ഷെ ആശയപ്രപഞ്ചമുണ്ട്. ഭൗതിക പ്രപഞ്ചവും ആശയപ്രപഞ്ചവും രണ്ട് പ്രപഞ്ചമുണ്ട്, രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഈ വിശ്വം എന്ന് പറയുന്നത്. ആ ഭൗതിക പ്രപഞ്ചവും ആശയപ്രപഞ്ചവും തമ്മിൽ നിരന്തരം ഡയലക്റ്റിക്കലായി വൈരുദ്ധ്യാധിഷ്ഠിതമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുവഴി പുതിയ ആശയങ്ങൾ ഉണ്ടാവുന്നു. ആ ഏറ്റുമുട്ടലിലൂടെ ഭൗതിക പ്രപഞ്ചത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആശയങ്ങളുടെ ഒരു പ്രപഞ്ചം സ്വന്തമായി നിലനിൽക്കാൻ കെൽപ്പുള്ളതാവും, ഭൗതിക പ്രപഞ്ചത്തിന് വ്യത്യാസപ്പെട്ട്. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്, അതാണ് ആശയ സാഗരവും നിങ്ങൾ പറയുന്നത്. ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്, അതിൽ നിന്ന് പുതിയ ആശയങ്ങളുണ്ടാവും. ലക്ഷോപലക്ഷം ആശയങ്ങൾ ഓരോ ദിവസവും ലോകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയുന്ന പോലുമില്ല പലതും, ചിലതൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. എല്ലാ ആശയങ്ങളും ആശയപ്രപഞ്ചം ഒരുമിച്ചും ഭൗതിക പ്രപഞ്ചവുമായി നിരന്തരം വൈരുദ്ധ്യാധിഷ്ഠിത സമ്പർക്കത്തിലാണ്. എല്ലാം വൈരുദ്ധ്യാധിഷ്ഠിതമാണ്, അതാണ് ശാസ്ത്രം. എന്തുകൊണ്ട് മുകളിലോട്ട് എറിയുന്ന ഒരു കല്ല് താഴോട്ട് വരുന്നുവെന്ന് ന്യൂട്ടനാണെന്ന് തോന്നുന്നു, അതിനെപ്പറ്റി ആലോചിച്ചില്ലേ? കാരണം ഈ കല്ലിനെ ഒരു ശക്തി മേളിലോട്ട് പിടിക്കുന്നു, താഴോട്ട് പിടിക്കുന്ന ശക്തിക്ക് മേൽക്കൈ വന്നപ്പോൾ അത് താഴോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. മേലോട്ട് പിടിക്കുന്ന ശക്തിക്കാണ് മേൽക്കൈയെങ്കിൽ ശൂന്യാകാശത്തെ പേടകം പോലെ മേളിൽ പോയി നിൽക്കുന്നത്. ഇത് ശാസ്ത്രമാണ്. ഈ ശാസ്ത്രമാണ് കാർൽ മാർക്സ് അപ്ലൈ ചെയ്തത് സോഷ്യൽ സയൻസിൽ. ആ രണ്ട് വിപരീതങ്ങളാണ്. അത് പിന്നെ രക്തരൂക്ഷിതമായ വിപ്ലവം ശരിയാണോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം, അതിലൊക്കെ ഞാൻ കിടക്കത്തില്ല. എല്ലാം രക്തരൂക്ഷിതമാവണമെന്നുമില്ല. ഇതുണ്ട് ഇവിടെ, ഇത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം എന്തിനാ പട്ടിണിക്കെതിരായി പോരാടുന്നത്? സമ്പന്നന്മാരുള്ളത് കൊണ്ടല്ലേ, സമ്പന്ന വർഗം ഉള്ളത് കൊണ്ടല്ലേ. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതിയും ന്യായവുമായി ജീവിക്കാനുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ജാതിയുടെ അതിക്രമങ്ങൾക്കെതിരെ പോരാടിയില്ലേ മഹാത്മാഗാന്ധി? അദ്ദേഹം ചാതുർവർണ്ണ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ അത് ഇല്ലാതാക്കാൻ പറ്റുമോ, മനുഷ്യരുടെ സ്വഭാവമല്ല എന്നൊക്കെ ചോദിച്ചു. ശ്രീനാരായണ ഗുരു ശരിയായ മറുപടിയൊക്കെ പറഞ്ഞു. ഗാന്ധിജിയെ സ്വാധീനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് തന്നെ ഹരിജൻ. ഇപ്പോൾ ഹരിജൻ എന്ന് പറയാൻ പാടില്ലെങ്കിലും അന്ന് ഹരിജൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയാണ് മഹാത്മാഗാന്ധി നിന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയിലും കാഴ്ചപ്പാടിലും ഒന്നും യാതൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളതായിരുന്നു. അദ്ദേഹം ഒരു സനാതന ഹിന്ദുവായിരുന്നു, അതാണ് യാഥാർത്ഥ്യം. പക്ഷേ രാമൻ മാത്രമല്ല അള്ളാഹുണ്ടെന്ന് ആദ്യമായി ഇന്ത്യയിൽ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് വെടിവെച്ച് വന്നത്. അങ്ങനെ പറഞ്ഞാലേ വെടിവെച്ച് വന്നത്. രാമൻ മാത്രമല്ല അള്ളാഹുണ്ട് എന്ന് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വെടിവെച്ച് വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ദേശീയ പതാക ഉയരുമ്പോൾ, ആദ്യമായി ഉയരുമ്പോൾ, മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിൽ മരിച്ചവരുടെ കബന്ധങ്ങളുടെ ഇടയിലൂടെ കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം ആ ചടങ്ങിന് പോയില്ല. അധികാരം അദ്ദേഹത്തെ ഒരിക്കലും ആകർഷിച്ചില്ല. അതുകൊണ്ട് ആരും അധികാരത്തിൽ പോകരുതെന്നും പറഞ്ഞു. അധികാരം ഉണ്ടായാൽ അവിടെ ഇരിക്കാൻ യോഗ്യൻ നെഹ്റുവാണെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞു. ഭാരതരത്നം എന്ന പേരും കൊടുത്തു.
മഹാത്മാവെന്ന പേര് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത ടാഗോറാണ്. ടാഗോറിനെയും സരോജിനി നായിഡുവിനെയൊക്കെ വാർത്തെടുക്കുന്നതിൽ മഹാത്മാഗാന്ധി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുമാരനാശാനെ വാർത്തെടുക്കുന്നതിൽ ശ്രീനാരായണഗുരുവിൻ്റെ പങ്കിനെ പറ്റി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു സാധാരണ മഹാന്മാരല്ല, അതിമഹാന്മാരാണ്. മഹാന്മാരുടെ മഹാന്മാരാണ്. അവർ ഇന്ത്യക്കാരായിരുന്നു, ഒരാൾ കേരളീയനായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് വലിയ വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. എക്കാലവും നമുക്ക് അഭിമാനമാണ് എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഒരു വിശ്വപൗരനായി ഈ ലോകമുള്ള കാലത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വർഗസമരങ്ങൾ അക്രമാസക്തമോ അല്ലാതെയോ ആവട്ടെ, അത് കൂടി മാത്രമേ അടിസ്ഥാന വർഗത്തിന് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും സ്ഥാനമുണ്ടാവൂ എന്ന് പറഞ്ഞ മഹാനായ മാർക്സ് കമ്മ്യൂണിസം എന്ന് വിവക്ഷിച്ച ആ വ്യവസ്ഥ, ദരിദ്രീകരിക്കപ്പെട്ട ആ വ്യവസ്ഥയിൽ അവിടെ പട്ടാളമില്ല, പോലീസില്ല, കോടതിയില്ല, ഒന്നുമില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, മാർക്സിസ്റ്റ് പാർട്ടി പോലുമില്ല. ഓരോ മനുഷ്യനും സ്വന്തമായ അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു. ആരും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരു കാലമാണ്. അന്ന് വൈരുദ്ധ്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരിക്കും. സാമ്രാജ്യത്വമില്ല, കോളണിയില്ല, ഒന്നുമില്ല. അതാണ് കമ്മ്യൂണിസം, അതാണ് മാർക്സ് ഏറ്റവും ഒടുവിൽ അതാണ് വിഭാവന ചെയ്തത്. അത് ശരിക്ക് മനസ്സിലാക്കുമ്പോൾ അതിലേക്കുള്ള ആ ഉന്നതമായ സാമൂഹ്യ സമത്വത്തിൻ്റെ 100% മേനി വിളയുന്ന ആ കാലത്തേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ എടുത്താലേ മനുഷ്യനെത്തുകയുള്ളൂ. ഉടനെ ഒന്നും എത്തില്ല. അതിലേക്കുള്ള മാർഗം മാത്രമാണ് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. ആ മാർഗം തന്നെ 10-70 വർഷം നന്നായി നോക്കിയ ശേഷം അവസാനം സോവിയറ്റ് യൂണിയൻ എന്തായി? തകർന്നു ഇരിപ്പണായില്ലേ? ഇല്ലാതായി പല പല രാജ്യങ്ങളായി മാറിയില്ല. 15 റിപ്പബ്ലിക്കുകൾ 15ആയിട്ടങ്ങ് പോയില്ലേ? അന്ന് USSRലെ ഒരു പ്രധാന റിപ്പബ്ലിക്കായിരുന്നു റഷ്യയോടൊപ്പം, റഷ്യൻ ഫെഡറേഷനോടൊപ്പം യുക്രൈൻ തമ്മിൽ യുദ്ധമാണിപ്പോൾ. ഒറ്റ റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ് USSR. റിപ്പബ്ലിക്കുകളുടെ യൂണിയനാണ്, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ്. 16 റിപ്പബ്ലിക്കായിരുന്നു, അതിൻ്റെ യൂണിയനായിരുന്നു. നമുക്ക് ഇന്ത്യ യൂണിയൻ, 30 സ്റ്റേറ്റുകളുടെ യൂണിയൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഇവർ തമ്മിൽ യുദ്ധമല്ലേ? അപ്പോൾ ആ സങ്കല്പങ്ങൾ, ആ കാഴ്ചപ്പാടിടയ്ക്ക് ബ്രേക്കായി. പക്ഷേ കാഴ്ചപ്പാട് തെറ്റുന്നില്ല. ആ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ മാനവികതയ്ക്കുള്ള അന്തിമമായിട്ടുള്ള യോജിപ്പിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് പേര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, അത് അബദ്ധമായിപ്പോയി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ചൗരയിൽ ആക്രമണമല്ല കാണുന്നത്. അപ്പോൾ ഗാന്ധിജി അത് ഉദ്ദേശിച്ചല്ലാണ്ട് അദ്ദേഹം സമരം വിളിച്ചത്രേ ഉള്ളൂ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, അദ്ദേഹം ആയുധമെടുത്ത് പോരാടാനല്ലേ പറഞ്ഞത്. അങ്ങനെ പലരും ചെഗുവേര എങ്ങനെ പോരാടിയത്? ചെഗുവേരയുടെ പടവാട്ട് ഉടുപ്പിൽ നമ്മുടെ ചെറുപ്പക്കാർ നടക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർ പോലും ചെഗുവേരയെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലായി, പല പല രീതികളുണ്ട്. ആ രീതികളെയെല്ലാം അംഗീകരിച്ച് സമന്വയിപ്പിച്ച് ശാന്തിയും സമാധാനവും നമ്മുടെ നാട്ടിലും ലോകത്തും ഉണ്ടാകുന്നതിന് വേണ്ടി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മഹാനായ ഗാന്ധിജി അമ്പലപ്പുഴ കരുമാടി അന്നൊരു സത്രം ഉണ്ടായി, രാജാവ് അവിടെ വന്നിരുന്നു. ഈ കേരളം മൊത്തം സഞ്ചരിച്ച കാലത്താണ്. ഗാന്ധിജിയുടെ പേരിൽ അവിടെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസൊക്കെ ഉണ്ടായി. അത് പൊളിഞ്ഞു പോയി പിന്നീട്, അനുസരിച്ചിട്ട്. ഇപ്പോൾ വളരെ മനോഹരമായ ഒരു റെസ്റ്റ് ഹൗസ് അവിടെ പണിഞ്ഞിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ ആലപ്പുഴയിലും വന്നിരുന്നു. ശ്രീനാരായണ ഗുരു വയലാറിൽ കളവങ്കോടത്താണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഒന്നാമത്തെ SNDP യോഗത്തിന് ഒന്നാമത്തെ ശാഖ സ്ഥാപിച്ചിരിക്കുന്നത് കുട്ടനാട്ടിലെ, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ എന്താ പറയുക, നീലമ്പേരൂരാണ്. അദ്ദേഹം ആലപ്പുഴ ടൗണിലെ ആ മഹാക്ഷേത്രത്തിൽ നിന്ന് പന്തിഭോജനം നടത്തിയിരുന്നു, കിടങ്ങാമറ മൊയ്താനിയിൽ. അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ചവരാണ് ഇവർ. സഞ്ചരിച്ച് സത്യം കണ്ടെത്തിയവരാണ്. ഒരിടത്തിരുന്ന് പുസ്തകങ്ങൾ മാത്രം വായിച്ചല്ല, മനുഷ്യരിലേക്ക് ഇറങ്ങി യഥാർത്ഥ സത്യം കണ്ടെത്താൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി അവരുടെ അനുഭവം വളരെ സമ്പന്നവും സത്യവുമുള്ളതായിരുന്നു.
സനാതനമായ മൂല്യങ്ങളിൽ ഗാന്ധിജി വിശ്വസിച്ചു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ RSS ആണെന്ന് പലരും തെറ്റായിട്ട് പറയുകയാണ്. അവരുടെ ധാരണ അവരാണ് സനാതനധർമ്മമാർക്ക് അവർക്ക് യാതൊരു ബന്ധവുമില്ല. സനാതനധർമ്മം എന്ന് പറയുന്നത് വേദത്വങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കാഴ്ചപ്പാടാണ്. വേദിക് കാലഘട്ടത്തിന് മുമ്പുണ്ടായതാണ്. വേദിക് കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണ്യം വന്നത്. ചാതുർവർണ്ണ്യം വേദിക് കാലഘട്ടത്തിൻ്റെ സംഭാവനയാണ്. അതിന് മുമ്പ് ഉപനിഷത്തുകളുണ്ടായിരുന്നില്ല. ഞാൻ മാത്രമാണ് പകർത്തിയത്. അത് നിങ്ങൾക്ക് അതുപോലെ പകർത്താൻ പറ്റില്ല. അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പലതും നമുക്ക് പാലിക്കാം. നമുക്ക് കള്ളുകുടിക്കാതിരിക്കാമല്ലോ. അത് പാലിക്കാൻ വളരെ വിഷമമുള്ള കാര്യമൊന്നുമല്ലല്ലോ. കള്ളുകുടിയന്മാർക്കും അത് വിഷമിക്കേണ്ട കാര്യം. കുറച്ച് ദിവസമൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് നിൽക്കും. ആരോഗ്യത്തിന് നല്ല കുടിക്കാതിരിക്കുന്നത്. കള്ളം പറയാതിരിക്കാമല്ലോ. ഗാന്ധിജിക്ക് കള്ളം പറയാതിരിക്കാം, നമുക്ക് പറയാതിരിക്കാം. അങ്ങനെ എന്തെല്ലാം നമുക്ക് വർഗീയത പറയാതിരിക്കാമല്ലോ. മുസ്ലിങ്ങളെ ഹറാമായിട്ട് തള്ളാതിരിക്കാമല്ലോ. അവർ രാജ്യത്തെ ജനങ്ങളല്ലേ, 10-22 കോടിയല്ലേ അവർ. നിങ്ങളത് ചിന്തിച്ചതൊക്കെ ആ വിഭജനത്തിന് ഗാന്ധിജി എതിരായിരുന്നു. ഗാന്ധിജി വിഭജനത്തോട് യോജിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ ഒപ്പുവെക്കാനൊന്നും പോയതുമില്ല. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും കൂടി ഒരുമിച്ചായിരുന്നെങ്കിൽ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിപ്പോൾ. ഇവിടെ 140 കോടി, ഇപ്പോൾ 20-25 കോടിയുണ്ട് പാകിസ്ഥാനിൽ, 10-22 കോടിയാണ് ബംഗ്ലാദേശിൽ. അപ്പോൾ എത്രയായി? ഏതാണ്ട് 200 കോടി ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ രാജ്യം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാകാതിരിക്കാനാണ് ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിപ്പിച്ചത്. അവരാണ് ഇതിനെ വിഭജിച്ചത്. എല്ലാവരും സ്വയംവിമർശനം നടത്തേണ്ടതാണ്. അന്നുണ്ടായിരുന്നവരെല്ലാം അതിനോട് യോജിച്ചില്ലേ? ഗാന്ധിജി അതിനോട് യോജിച്ചില്ല. അദ്ദേഹത്തിന് അടിപിടിക്കൊന്നും പോകുന്ന ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം മാറി അങ്ങ് നടന്നു, അത്രയേ ഉള്ളൂ. അധികാരത്തിൽ പങ്കുപറ്റാനും പോയില്ല. പക്ഷേ അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അധികാരം ഭരിക്കാൻ ആരംഭിക്കുമ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി അവിടെ വെച്ച് കുറച്ച് ഏത് ഭാഷയിലാണ് കുറച്ചതെന്നാണ് വിചാരിച്ചത്. റഷ്യക്കാർ പറഞ്ഞ് ഞങ്ങളുടെ ഭാഷയിലാണ് ഞങ്ങളുടെ വെട്ടി കുറച്ചത്. പിന്നെ മനുഷ്യൻ പോയി, യൂറികാരൻ പോയി, വലണ്ടീന തെരസ്കോവ് പോയി. ഇന്നിപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്ക് നല്ല പവറായി വരികയാണ്. നമ്മളിനി സ്വന്തമായി ആളിനെ അയച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ സഹായത്തോടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പുരോഗതിയല്ലേ ഉണ്ടാകുന്നത്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ശൂന്യാകാശമൊന്നും പാനക്കില്ല. വഴക്കം വയ്യാവർ യുദ്ധവും നടന്ന മനുഷ്യർ ശൂന്യാകാശവും യുദ്ധം നടത്തത്തില്ലെന്ന് എന്താ ഉറപ്പ്? അവിടെ യുദ്ധം നടത്തിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇല്ലാതായി പോകും. കാരണം ഒരു പ്രത്യേക ക്രമത്തിലാണ് നിൽക്കുന്നത്. എല്ലാം ഇല്ലാതായി പോകും. അപ്പോൾ ഇത്തരം ചിന്താഗതികളൊക്കെ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നമുക്ക് അനോട്ടേറ്റ് ചെയ്തെടുക്കാം. ഇതിനെപ്പറ്റി ശൂന്യാകാശത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരെപ്പറ്റിയുള്ള സംവാദം നമുക്കെന്നും ആവശ്യമാണ്. അത് നമ്മുടെ മാനസികാരോഗ്യവും സാമൂഹികാരോഗ്യവും രാഷ്ട്രീയാരോഗ്യവും നാടിൻ്റെ ദേശാഭിമാന ഭരിതമായ ആരോഗ്യവും നിലനിർത്തും. മാനവികത നിലനിർത്തും. സത്യം നിലനിർത്തും. അന്യസ്പർദ്ധ ഇല്ലാതാവും. ഏകോദര സഹോദരങ്ങളാണെന്ന ബോധമുണ്ടാവും. ഇതെല്ലാം വിദ്യാലയങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ സമ്പ്രദായം തികഞ്ഞ പരാജയമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസം തികഞ്ഞ പരാജയമാണ്. മാർക്ക് വാങ്ങുന്ന വിദ്യാഭ്യാസം, അതിനുവേണ്ടി മത്സരിക്കുകയാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുട്ടികൾ ട്യൂഷൻ സെൻറ്ററിൽ പോയിട്ടാണ് വരുന്നത്. കൂട്ടമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. മനുഷ്യത്വം എവിടെ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുരങ്ങൾ എന്ന് വയലാർ രാമവർമ്മ ഒരു കവിതയിൽ പുതിയ തലമുറയെപ്പറ്റി പറഞ്ഞു. ഞാനതൊരിക്കൽ അസംബ്ലിയിൽ പ്രസംഗിച്ചു. അപ്പോൾ ശബരിനാഥൻ്റെ പിതാവാണ് സ്പീക്കറായിരിക്കും. അദ്ദേഹം എന്നോട് ചോദിക്കുക, ആ വിദ്യാർത്ഥി ഇപ്പോൾ ഉണ്ടോ സുധാകരൻ സാറേ? അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചത്, അങ്ങനെ വിദ്യാർത്ഥി ഉണ്ടോ? നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കാൻ നീളത്തുടിക്കും പ്രതിജ്ഞാകുരങ്ങളെ ഉണ്ടോ? മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര സ്വപ്നങ്ങളെ എന്നൊക്കെ വയലാർ പറഞ്ഞു. അവരിപ്പോഴും ഉണ്ട്. അവരെ വേറെയാക്കി മാറ്റുന്നത് അപജയം വന്ന കേരള രാഷ്ട്രീയമാണ്, ഭാരത രാഷ്ട്രീയമാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തകരാറായിട്ട് കാണരുത്. ഇന്ത്യൻ രാഷ്ട്രീയം നിരാശാജനകമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇവിടെ LDF UDF രണ്ടും ജനാധിപത്യം വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ട് സന്തോഷപ്രദമാണെങ്കിലും നമ്മളും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുന്നത്, സാമൂഹികമായ ഒരു തകർച്ച, ഒരു ഇടർച്ച,
സമൂഹം തെറ്റിലേക്ക് മറിയുന്നു, പരസ്പരം കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ വളരെ വളരെ കുറവല്ലേ? ഇപ്പോൾ ഇല്ലല്ലോ കാര്യമായിട്ടൊന്നും. ഇതേപ്പറ്റി എല്ലാവരും ചിന്തിക്കണം. അതിന് ശ്രീനാരായണ ഗുരു നമ്മളെ നയിക്കും, മഹാത്മാഗാന്ധി നമ്മളെ നയിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിക്ക് വിളിച്ചതിൽ നിങ്ങളോടുള്ള ലിജുവിനോടും സതീശനോടും എല്ലാം ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ സമ്മേളനം പെട്ടെന്ന് അവസാനിക്കും. 6:37 നോമ്പ് തുറയുണ്ട്. അതിനു മുമ്പ് നമുക്ക് അവസാനിപ്പിക്കാൻ നിർബന്ധിതരാണ്. അടുത്തതായി നമുക്ക് പ്രിയപ്പെട്ട ബാലേന്ദ്രൻ സാർ. പ്രിയമുള്ളവരെ, സമയം ലാഭിക്കാൻ വേണ്ടി വേദിയിലുള്ള സമുന്നതരെ, സദസ്യരെ, എല്ലാ വിവരങ്ങളും എല്ലാ വിഷയങ്ങളും വളരെ ആധികാരികമായി ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവർ പറയാത്ത ചില കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് കടന്നു പോകാം. രണ്ട് ആശയങ്ങളുടെ പ്രകാശഗോപുരങ്ങളുടെ സമന്വയമാണ് വൈക്കത്തും ഗുരുപുരത്തും നടന്നത്. ഈ ആശയ സമന്വയം ഒരു പുതിയ ലോകത്തെ നമുക്ക് കാണിച്ചു തന്നു. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ലോകത്തെ മുഴുവൻ അറിയപ്പെടുകയും മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യ ദേവനാകുമായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം മാനത്ത് നിന്ന് പൊട്ടി വീണതല്ല. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. നിങ്ങൾക്കറിയുമോ, 21 വർഷക്കാലമാണ് ദക്ഷിണാഫ്രിക്കയിലെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ മോചനത്തിനു വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. കോടതിയിൽ ഒരു സേട്ടിൻ്റെ കേസ് നടത്തിപ്പിന് വേണ്ടി പോയ മഹാത്മാഗാന്ധിയോട് കോടതിയിലെ മജിസ്ട്രേറ്റ് പറഞ്ഞു, നിങ്ങളുടെ തലപ്പാവ് ഊരാൻ പറഞ്ഞു. ആ തലപ്പാവ് ഊരാൻ പറഞ്ഞ അന്ന് മുതലാണ് മഹാത്മാഗാന്ധി റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ മഹാത്മാഗാന്ധിയാണ് 21 വർഷക്കാലം നേറ്റാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമുന്നതനായ ഒരു നേതാവാവുകയും അവർക്ക് ഒരു പുതിയ രൂപം നൽകുകയും ചെയ്തത്. ആ മഹാത്മാഗാന്ധി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ഇത്ര പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ കഴിയുമായിരുന്നു എന്നാലോചിക്കണം. മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞത്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത്, ബുദ്ധന് ശേഷം ഇന്ത്യയിൽ ജനിച്ച, ക്രിസ്തുവിന് ശേഷം ലോകത്ത് ജനിച്ച ഏറ്റവും വലിയ മഹാനാണ് മഹാത്മാഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് ചോരപ്പുഴയൊഴുക്കാൻ ഇഷ്ടമായിരുന്നില്ല. ശ്രീനാരായണ ഗുരുസ്വാമികൾക്കും ചോരപ്പുഴയോട് എതിർപ്പായിരുന്നു. സവർണാധിപത്യത്തിൻ്റെ മേൽക്കോയ്മയുടെ കീഴിൽ അമ്പലത്തിനകത്ത് കയറാനല്ല, അമ്പലത്തിൻ്റെ പുറത്തുകൂടി നടക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ജനതയ്ക്ക് അമ്പലത്തിനകത്ത് പ്രവേശനം നേടിക്കൊടുക്കാനുള്ള ജൈത്രയാത്രയായിരുന്നു, തീർത്ഥയാത്രയായിരുന്നു ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത്. അതിനുശേഷം ഇവിടെ 2 സംവാദങ്ങളെക്കുറിച്ച് പറഞ്ഞു. 2 ഗംഗയുടെയും ഭാരതപ്പുഴയുടെയും സമന്വയത്തെക്കുറിച്ച് പറഞ്ഞു. അതിലൊക്കെ ഈ 2 പേരുടെയും സംഭാവനകൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും നവോത്ഥാനത്തിന് ഉതകി എന്നതിനേക്കാൾ അധികമായി 2 പേരുടെയും കാലഘട്ടമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലഘട്ടം കേരളത്തിൽ തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ തീർന്നില്ല. സ്വന്തം പെണ്ണുങ്ങൾ, സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് കരം കൊടുക്കണമായിരുന്നു. നങ്ങേലി എന്ന് പറയുന്ന ചേർത്തലക്കാരി സ്ത്രീ മാറ് ഛേദിച്ചു വെച്ചുകൊണ്ടാണ് പ്രതിഷേധിച്ചത്.
മുക്കുത്തിയിടാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പോൾ ആറാട്ടുപുഴ പണിക്കരാണ് മുക്കുത്തി കൊടുത്ത് അവരോട് ഈ മുക്കുത്തി ധരിക്കാൻ സ്ത്രീകളോട് ആജ്ഞാപിച്ചത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ മാറുമറയ്ക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ആ മുലക്കച്ച എറിയുകയുണ്ടായി. അവർക്ക് മറച്ചുകൊണ്ട് ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കാൻ അനുവാദം കൊടുക്കണമെന്ന് വാദിച്ച ഈഴവ സമൂഹമുണ്ടായിരുന്നു. പിന്നെ SNDP യോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. SNDP യോഗത്തിൻ്റെ ആവിർഭാവം മുതൽ ഇന്നുവരെ, അരുവിപ്പുറം മുതൽ ഇന്നുവരെ അദ്ദേഹം നടത്തിയ പ്രയാണത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ പലതും നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. അരുവിപ്പുറത്ത് ഒരു സർവമത സമ്മേളനം നടത്തി. അവിടെ അദ്ദേഹം എഴുതി വെപ്പിച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനമെന്ന്. ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും ഹിന്ദുമതത്തെയും ഒക്കെ ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു ജാജ്വല്യമാനമായ മാസ്മരികത ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നടത്തുകയുണ്ടായി. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ആവനാഴിയിൽ നിന്ന് പുറത്തെടുത്ത് പുതിയ ഒരു ജ്വാല കെട്ടിപ്പടുക്കാൻ, നക്ഷത്ര ജ്വാല കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാരാധ്യരായ നേതാക്കന്മാർ ആവിഷ്കരിച്ച ഈ സാഗര സംഗമമുണ്ടല്ലോ, അത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പ്രയാണത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന KPCCക്ക് അതിന് അർഹതയുണ്ട്, അതിന് അവകാശമുണ്ട്, അവർ ചെയ്യേണ്ട കടമയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഗര സംഗമത്തെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ആ സാമൂഹ്യ സങ്കല്പങ്ങൾക്ക് ഒരു പുതിയ മാനം കൊടുക്കാനുള്ള ചരിത്ര വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇന്നത്തെ KPCC നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നിർത്തുന്നു. പ്രിയപ്പെട്ട BS ബാലചന്ദ്രൻ, ബഹുമാന്യരെ, സമയം വളരെ പരിമിതമാണ്. ഇവിടെ സംസാരിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പല കാര്യങ്ങളിലും ഇക്കാര്യത്തെക്കുറിച്ച് എനിക്കുള്ളത്. ഞാൻ ശ്രീ മഹാരാമായണം എന്ന പേരിൽ രാമായണ ഗദ്യരൂപത്തിൽ കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഒരു പുസ്തകം എഴുതി. രാമായണം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദശാവതാരങ്ങളെക്കുറിച്ച് എഴുതണമെന്ന്. ദശാവതാരങ്ങളെക്കുറിച്ച് 3-4 എണ്ണം എഴുതി കഴിഞ്ഞപ്പോൾ ഭഗവത്ഗീത ലളിതമായി എഴുതാൻ ആഗ്രഹിച്ചു. ഭഗവത്ഗീത ലളിതമായി എഴുതാൻ തുടങ്ങി. ഒരു ദിവസം 3 മണിക്ക് വെളുപ്പാൻ രാവിലെ പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. എന്നോട് ആരോ കൽപ്പിക്കുന്നത് പോലെ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതണമെന്ന്. എൻ്റെ മനസ്സിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതണം എന്ന ചിന്ത വന്നു. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, കിട്ടാവുന്ന പരമാവധി പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചു. ആ സമയം ജി ബാലേന്ദ്രൻ സാർ എന്നോട് പറഞ്ഞു, ബാലേന്ദ്ര, ഗുരുവിനെ പലരും ദൈവമായിട്ടാണ് കാണുന്നത്. 99% ആളുകളും ദൈവമായിട്ടാണ് കാണുന്നത്, ഗുരുഭക്തർ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാ വർഷവും ശിവഗിരിയിൽ നിന്നാണ് 1-ാം തീയതി ആരംഭിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഞാൻ അത് ശ്രദ്ധിച്ചു തുടങ്ങി. അവർ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഗുരുഭക്തരായ ധാരാളം ആളുകളെ നേരിൽ കണ്ടു. പലരുടെയും വീടുകളിൽ പോയി. പലരും സംസാരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്നാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലൂടെയാണ് കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ യാത്ര. ഞാനപ്പോൾ
ശ്രീ മഹാനാരായണം എന്ന പേരിൽ ഗുരുവിനെക്കുറിച്ച് പുസ്തകം എഴുതി തുടങ്ങി. ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള പല പുസ്തകങ്ങളും വ്യത്യസ്തമായിട്ടാണ്. അരിവിപ്പുറം പ്രതിഷ്ഠ വരെ എഴുതി. കേവലം ഒരു കല്ലെടുത്ത് വെച്ച് ശിവപ്രതിഷ്ഠ നടത്തി എന്നുള്ളതല്ല. തടവിലാക്കപ്പെട്ടിരുന്ന ദൈവങ്ങളെ മോചിപ്പിച്ച ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു അത് നടന്നത്. അതുവരെ ഭൂരിപക്ഷം ആളുകൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവങ്ങളെ തടവിലാക്കി വച്ചിരുന്ന ആ ദൈവത്തെ മോചിപ്പിക്കുകയാണ് ചെയ്തത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. അരിവിപ്പുറത്തൊരു കല്ലെടുത്ത് വെച്ചുകൊണ്ട്, ഒരു പ്രതീകമായ ഒരു കല്ലെടുത്ത് വെച്ചുകൊണ്ട്, കല്ലിന്മേൽ എടുത്ത് വെച്ചുകൊണ്ട് ആ കല്ല് ലയിച്ചു കയറുകയാണ് ചെയ്തത്. അഷ്ടബന്ധ കലശം നടത്തിയ സാധാരണ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നിടത്ത് ഒരു കല്ലിന്മേൽ എടുത്തു വെച്ചപ്പോൾ ആ കല്ല് അവിടെ അങ്ങ് ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. ആന പിടിച്ചാലും ഇളകാത്ത നിലയിൽ ആ കല്ല് അവിടെ ലയിച്ചു ചേരുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട്, പ്രതീകമായൊരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ദൈവത്തെ മോചിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനെയാണ് ഗാന്ധിജി 1925 കാണാനെത്തിയത്. അന്ന് മഹാത്മാഗാന്ധിയല്ല, രാഷ്ട്രപിതാവുമല്ല. നാം ഓർക്കണം, നാം ഇപ്പോൾ സംസാരിക്കുമ്പോൾ രാഷ്ട്രപിതാവായും മഹാത്മാഗാന്ധിയുമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അന്ന് ഗാന്ധിജി രാജ്യമൊട്ടാകെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, രാജ്യമൊട്ടാകെ നടന്ന് രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഗാന്ധിജി ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ശിവഗിരിയിൽ എത്തുമ്പോൾ ഗുരുവുമായി സംസാരിച്ചു തുടങ്ങിയതിന് തികച്ചും വ്യത്യസ്തമാണ്. പലരും തെറ്റിദ്ധാരണയോട് പലരും പറയാറുണ്ട്. ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഗുരുവിന് ഭാഷ ഒന്നും അറിയില്ല, മലയാളം മാത്രമേ അറിയൂന്ന്. തെറ്റാണ്. ഗുരു എല്ലാ ഭാഷയും അറിയാം. വളരെ കുഞ്ഞുനാളിൽ തന്നെ സംസ്കൃതം അടക്കമുള്ള മുഴുവൻ ഭാഷയെ നന്നായി പഠിച്ച ആളാണ് ഗുരു. ഗുരുവിനെ കാണുമ്പോൾ ആദ്യം ഗാന്ധി ചോദിച്ചത് ഗുരുവിന് ഇംഗ്ലീഷ് അറിയുമോ എന്നാണ്. ആദ്യത്തെ വാചകം തന്നെ ഇംഗ്ലീഷ് അറിയുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്ന മറുപടിയല്ല ഗുരു പറഞ്ഞത്. മറിച്ച് ഗാന്ധിക്ക് സംസ്കൃതം അറിയുമോ എന്ന മറുചോദ്യമാണ് ചോദിച്ചത്. ഗാന്ധി പറഞ്ഞു ഇല്ല എന്ന്. അറിയുമോ എന്ന ചോദ്യം അറിയില്ല എന്നുള്ള മറുപടിയും ഗാന്ധിയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടാണ് ആ ചർച്ച അവിടെ ആരംഭിക്കുന്നത്. ആ ചർച്ചയിൽ ദ്വിഭാഷികളുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊക്കെ പലരും പറയും. ഒരു ദ്വിഭാഷിയും ഉണ്ടായിരുന്നില്ല. പലരും ഗാന്ധിയോടൊപ്പം അതുപോലെ ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ അവർ മാത്രമായിരുന്നു. ഹിന്ദിയിലാണ് അവർ ഇതുവരെ സംസാരിച്ചത്. അവർ സംസാരിച്ച് ആ സംസാരത്തിനിടയിൽ ധാരാളം കാര്യങ്ങൾ ഗാന്ധിജി ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഗാന്ധിജി എവിടെ പോയാലും ഗാന്ധിജി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഗാന്ധിയിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗാന്ധി ഗുരുവിൽ നിന്ന് പഠിക്കുകയുണ്ടായത്, ശ്രീനാരായണ ഗുരുവിൽ നിന്ന്, ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് പഠിക്കുകയുണ്ടായത്. നമ്മൾ ഊർജത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഊർജം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജം എന്ന് പറയുന്നത് നാം എത്രയാണ് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? നാം വളരെ വളരെ ചെറിയ ശതമാനം മാത്രമാണ്. 1% ഊർജം പോലും, 2% ഊർജം പോലും നാം ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈ ഊർജത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. ആ ഊർജം, ബ്ലാക്ക് എനർജി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ബ്ലാക്ക് എനർജി ഇതുവരെ അറിയാത്ത, മനസ്സിലാക്കാത്ത, തൊട്ടുനോക്കാൻ പോലും കഴിയാത്ത ബ്ലാക്ക് എനർജി. ഒരുപക്ഷെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളായിരിക്കും. ബ്ലാക്ക് എനർജി, ആ ബ്ലാക്ക് എനർജിയിലൂടെ സഞ്ചരിച്ച പല ഋഷിമാരുണ്ട് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ. അവർക്ക് ആകാശത്തുകൂടെ സഞ്ചരിക്കുവാനും വെള്ളത്തിലൂടെ നടക്കുവാനും ഒരു സമയം പലയിടത്ത് പോകുവാനും പല സ്ഥലങ്ങളിൽ ഒന്നായി കാണുവാനും കഴിയുന്ന ആ ഭാവമുള്ളവരായിരുന്നു ഋഷിമാർ. അതുപോലെ തപശക്തി കൊണ്ട് മറ്റൊരാളായി മാറിയ വ്യക്തിയായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനുമായി ഗാന്ധിജി കാണുമ്പോൾ, അവർ തമ്മിൽ കാണുമ്പോൾ, ആ ഗാന്ധിജിയിലേക്ക് സന്നിവേശിച്ച ഗുരുവിൻ്റെ ആത്മാംശമുണ്ടല്ലോ, ആ ശക്തി, പകർന്നു കിട്ടിയ ആ ശക്തിയിൽ നിന്നാണ് മഹാത്മാഗാന്ധി മറ്റൊരു ഗാന്ധിയായി മാറുന്നത്, മറ്റൊരാളായി മാറുന്നത്. ശിവഗിരിയിൽ നിന്ന് മടങ്ങുന്ന ഗാന്ധി മറ്റൊരാളായിട്ട് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഭാരതത്തിലെ സമരം, ദേശീയ സ്വാതന്ത്ര്യ സമരം, കറാച്ചിയും റാവൽപിണ്ടിയും ഡാക്കയും അടക്കമുള്ള നമ്മുടെ മഹാരാജ്യത്ത്
എവിടെ വച്ചെടുക്കുന്ന തീരുമാനവും വായുവേഗത്തിൽ പവനപുത്രനെ പോലെ രാജ്യം മുഴുവൻ നിമിഷങ്ങൾക്കകം കാര്യങ്ങൾ എത്തിക്കുവാൻ കഴിയുന്ന നിലയിൽ അന്നത്തെ സ്വാതന്ത്ര്യ സമരം നടന്നിരുന്നു. നിങ്ങൾ ഓർക്കണം, ഇന്നത്തെ പോലെ യാതൊരു ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഡാക്കയിൽ എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ റാവൽപിണ്ടിയിൽ എടുക്കുന്ന തീരുമാനം, കറാച്ചിയിൽ എടുക്കുന്ന തീരുമാനം, ഇതെല്ലാം തന്നെ നിമിഷങ്ങൾക്കകം ഭാരതമാകെ വ്യാപരിച്ചു. എങ്ങനെയാണ്? പവനപുത്രനായ ഹനുമാൻ സന്ദേശവാഹകനായി മാറിയതുപോലെ മഹാനായ പുരുഷൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതിന് ശേഷം ഉണ്ടായ ശക്തിയാൽ, ആ തപശക്തി ആവാഹിച്ച് കിട്ടിയതിന് ശേഷം ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറുന്നത് അവിടെ നിന്നാണ്. ഗാന്ധിയുടെ സംഭാഷണത്തിനിടയിൽ ഇവിടെ പലരും സൂചിപ്പിച്ചു, മാവിലെ ഇല ചൂണ്ടിക്കൊണ്ട് ഗാന്ധി ചോദിച്ചു, ഈ മാവിലെ ഇലകൾ വ്യത്യസ്തമല്ലേ, അപ്പോൾ ജാതികൾ വ്യത്യസ്തമല്ലേ എന്ന്, മനുഷ്യന് പല ജാതിയില്ലേ എന്ന്. അപ്പോൾ അതിൻ്റെ സത്ത് ഒന്നാണ് എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ആ ജാതി ചിന്ത, മതചിന്ത മനസ്സിൽ നിന്ന് മാറ്റിയാണ്, മനുഷ്യർ ഒന്നാണ് എന്ന്. അതിനുശേഷമാണ് ഗാന്ധിജി രഘുപതി രാഘവ രാജാറാം ഉണ്ടാകുമ്പോൾ അതിൽ മാറ്റി എഴുതിയത് ഈശ്വര അല്ലാ തേരനാമെന്ന്. രാഘവന് രാമനും അള്ളയും ഈശ്വരനും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. മനുഷ്യൻ ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതിന് ശേഷമാണ് മനുഷ്യൻ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി. ആ മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ ഗാന്ധിജിയിലേക്ക് ആശയം പ്രവഹിപ്പിച്ചത് അഹിംസയുടെ അവതാരമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ അഹിംസ മാർഗമായി സ്വീകരിച്ച ആളല്ല. ജനനം മുതൽ സമാധി വരെ അഹിംസയുടെ അവതാരമൂർത്തിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീബുദ്ധനായാലും മഹാത്മാഗാന്ധി ആയാലും അഹിംസ പിൽക്കാലത്ത് മാർഗമായി സ്വീകരിച്ചവരാണ്. അഹിംസയുടെ അവതാരമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അഹിംസയുടെ ശക്തി പകർന്നു കിട്ടിയ മഹാത്മാഗാന്ധി ആ സന്ദർശനം കൊണ്ട്, ആ സമാഗമം കൊണ്ട് ആർജിച്ച കരുത്താണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് അഹിംസയുടെ പാത വെട്ടിത്തുറന്നത്, സംസ്കാരത്തിൻ്റെ പാത വെട്ടിത്തുറന്നത്. ആ മാറ്റമാണ് നാം പങ്കുവയ്ക്കുന്നത്. ആ മാറ്റമാണ് നമുക്ക് അറിയാൻ ഇടവരുത്തുന്ന നിലയിൽ ഈ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിശ്ചയമായും ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ, ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ മണിക്കൂറുകൾ പറയുവാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ചടങ്ങിലേക്ക് എന്നെ കൂടെ വിളിച്ചതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ ഇവിടെ പര്യവസാനിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് സഹോദരൻ ശ്രീ പാലൂർ രവിയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങ് അവസാനിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ അവസ്ഥ ഗാന്ധിജിക്കും ശ്രീനാരായണ ഗുരുദേവനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഇങ്ങനെ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ഭാവി തലമുറ വിശ്വസിക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ആ അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി KPCC ഏറ്റെടുത്തിരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും ഏറ്റെടുത്തിരിക്കുന്ന ഒരു മഹത്തായ അറിവിൻ്റെ യജ്ഞമാണ് ഇന്നത്തെ ഈ പരിപാടിയിലൂടെ നമ്മൾ ആരംഭിക്കുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മഹാകവി വള്ളത്തോൾ എഴുതിയതുപോലെ ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ, ഗംഗയാർ ഒഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കൈക്കും കൽപ്പപാതവമുണ്ടായി വരൂ എന്ന് ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ ഗുഹാമുഖത്തിരുന്നു കൊണ്ട് ഈ നൂറ്റാണ്ടിനെ ദീർഘദർശനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ അലകളും ആഴിയുമെന്ന് വേണ്ട എല്ലാ ഉലകും ഉയർന്നൊരു നാൾ അറിവായി മാറിടും ശ്രീനാരായണ ഗുരുദേവൻ എഴുതി വെച്ചതാണ് ഈ നൂറ്റാണ്ടിനെക്കുറിച്ച്. അങ്ങനെയുള്ള രണ്ട് മഹാപുരുഷന്മാരുടെ, വിശ്വപൗരന്മാരുടെ അവരുടെ ചരിത്രം വായിക്കണം, ചരിത്രം പഠിക്കണം. ഇതാണ് KPCC ആഗ്രഹിക്കുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരെയും KPCCക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തും. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंधु गुजरात मराठा
ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭയാശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे